ഇന്നത്തെ പോർഷൻ ഇന്നത്തെ ടോപ്പിക് BBCR ആണ്, ബോണ്ടിങ് എസൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റെപ്പർട്ടറി കേട്ടോ. BBCR ചാപ്റ്റേഴ്സ് വിത്ത് റൂബ്രിക്സ്. ഓക്കെ, അപ്പോൾ ഈ റെപ്പർട്ടറിയുടെ ഫുൾ നെയിം എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ബോഗർ ബോണ്ടിങ് എസൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റെപ്പർട്ടറി എന്നാണ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ട് റെപ്പർട്ടറി ഉണ്ട്, രണ്ട് പോർഷനാണ് ഈ ബുക്കിനുള്ളത്. ബോണ്ടിങ് എസൻസ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റെപ്പർട്ടറി. ഇതിന്റെ ഓതർ ബോഗർ ആണ്. ബോണ്ടിങ് എസന്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിന്റെ റെപ്പർട്ടറി ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഹെഡിങ് ബോഗർ ബോണ്ടിങ് എസൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റെപ്പർട്ടറി. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മെറ്റീരിയ മെഡിക്ക പാർട്ടിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മെറ്റീരിയ മെഡിക്ക പാർട്ടാണ് അതും. അതുപോലെ കൂടെ തന്നെ എന്തുണ്ട്, റെപ്പർട്ടറിയും കൂടെ ഉണ്ട്. അതാണ് BBCR. ഇതിന്റെ ഓതർ സിറസ് മാക്സ്വെൽ ബോഗർ. സോറി കേട്ടോ. അപ്പോൾ ഇതിന്റെ ഓതർ CM ബോഗർ, ഫുൾ നെയിം സിറസ് മാക്സ്വെൽ ബോഗർ. ഇയർ ഓഫ് പബ്ലിക്കേഷൻ 1905 ബൈ ബോറിക് ആൻഡ് ടഫേൽ. ഓക്കെ, ഇതിന്റെ സെക്കൻഡ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ 1937 റോയ് ആൻഡ് കമ്പനി ഓഫ് ഇന്ത്യ വിത്ത് അസിസ്റ്റൻസ് ഓഫ് വൈഫ് അന്ന M ബോഗർ. അപ്പോൾ ഫസ്റ്റ് എഡിഷൻ 1905, സെക്കൻഡ് പബ്ലിക്കേഷൻ 1937. പിന്നെ ഒരു ന്യൂ റീപ്രിന്റ് എഡിഷൻ ഉണ്ട്. അതിന് ഇൻട്രൊഡക്ടറി പാർട്ട് എഴുതിയിട്ടുള്ളത് SK തിവാരിയാണ് കേട്ടോ. അത് ഇയർ എങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ അതിന് ഇൻട്രൊഡക്ടറി പാർട്ട് എഴുതിയിട്ടുള്ളത് SK തിവാരിയാണ്. അപ്പോൾ ഫസ്റ്റ് എഡിഷൻ 1905, സെക്കൻഡ് പബ്ലിക്കേഷൻ 1937 ബൈ റോയ് ആൻഡ് കമ്പനി വിത്ത് ദ ഹെൽപ്പ് ഓഫ് അന്ന M ബോഗർ. ഓക്കെ, നമ്മുടെ ലൈഫ് ഹിസ്റ്ററി പറയുകയാണെങ്കിൽ സൺ ഓഫ് പ്രൊഫസർ സിറസ് ആൻഡ് ഇസാബെല്ല മാക്സ്വെൽ ബോഗർ. Father name Cyrus and mother name Isabella Maxwell Boger. May 13, 1861 in Annville, Western Pennsylvania. ബോണ്ടിങ് എസന്റെ ബർത്ത് പ്ലേസ് എവിടെയായിരുന്നു? നെതർലാൻഡ്സ് കേട്ടോ. ഡച്ച് ആണ്, നെതർലാൻഡ്സ് ആണ്. ഇവിടെ പെൻസിൽവാനിയ ആണ് കേട്ടോ. ഇൻ കറസ്പോണ്ടൻസ് വിത്ത് LD ദവാലെ ഓഫ് ബോംബെ. Died on 2nd September 1935. റീസൺ ഫോർ ഡെത്ത് ഫുഡ് പോയ്സണിങ് ആണ്, നമ്മൾ ഇന്നലെ പഠിച്ചു. ടിൻ ഓഫ് ഹോം പ്രിസർവ്ഡ് ടൊമാറ്റോസ് ആയിരുന്നു ഫുഡ് പോയ്സണിന്റെ റീസൺ അറ്റ് ദ ഏജ് ഓഫ് 74 years. അപ്പോൾ 1861 വെസ്റ്റേൺ പെൻസിൽവാനിയ. വാസ് ഇൻ കറസ്പോണ്ടൻസ് വിത്ത് LD ദവാലെ. Died on 2nd September 1935 due to food poisoning. Tin of home preserved tomatoes at the age of 74 years. Okay. He received his early education at the public school of Lebanon Pa and graduated from Philadelphia College of Pharmacy. He later studied at Hahnemannian Homeopathic College in Philadelphia and qualified himself as a homeopath and practiced in West Virginia in the first third of 20th century. അപ്പോൾ ബോഗർ ശരിക്കും ഒരു ഹോമിയോപ്പതനായിരുന്നു, കൺവേർട്ടഡ് അല്ല. അപ്പൊ നമ്മൾ ബോണ്ടിങ് എസന്റെ പഠിച്ചിട്ടുണ്ട്, കെന്റിന്റെ പഠിച്ചിട്ടുണ്ട്, ഹെറിങ്ങിന്റെ ഒക്കെ നമ്മൾ കൺവേർട്ടഡ് ആയിട്ടാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ബോഗർ ഒരു ഹോമിയോപ്പതനായിരുന്നു കേട്ടോ. ഹി വാസ് എൻ അമേരിക്കൻ ഹോമിയോപ്പത്ത് ഓഫ് ജർമ്മൻ ഒറിജിൻ ആൻഡ് വാസ് എ കണ്ടംപററി ഓഫ് ഡോക്ടർ കെന്റ്. He settled in Parkersburg, USA in 1888 and engaged himself in the practice of medicine. പിന്നെ ബോഗറിന്റെ വർക്ക്സിൽ ഫസ്റ്റ് ഉള്ളത് ഇമ്പോർട്ടൻറ്റ് വാക്ക് നമ്മുടെ ബോണ്ടിങ് എസന്റെ ആന്റിസോറിക്കിന്റെ ട്രാൻസ്ലേഷൻ ആണ്. A systematic alphabetical repertory of homeopathic medicines. ബോണ്ടിങ് എസൻസ് ട്രാൻസ്ലേഷൻ ഇൻ 1900. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് 1900. പിന്നെ നമ്മുടെ BBCR ബോണ്ടിങ് എസൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റെപ്പർട്ടറി 1905. പിന്നെ കെന്റിന്റെ കുറച്ച് അഡീഷൻസ് എഴുതിയിട്ടുണ്ട്. അഡീഷൻസ് ടു കെൻസ് റെപ്പർട്ടറി 3202 അഡീഷൻസ് ആണ് ബോഗർ കെന്റിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സിനോപ്റ്റിക് കീ ഓഫ് മെറ്റീരിയ മെഡിക്ക ആൻഡ് റെപ്പർട്ടറി ഇൻ ദ ഇയർ 1915. പിന്നെ ബോഗേഴ്സ് ജനറൽ അനാലിസിസ് ആൻഡ് കാർഡ് റെപ്പർട്ടറി ഇൻ 1924. അതിൽ 360 കാർഡ്സ് ഉണ്ടായിരുന്നു, 250 റെമഡീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ബോഗേഴ്സ് ഡിഫ്തീരിയ. പിന്നെ ബോഗറിന്റെ ഒരു പ്രൂവിങ് ഉള്ളത് സാമസ്ക്രൈറ്റ് കേട്ടോ. പിന്നെ ടൈംസ് ഓഫ് റെമഡീസ് ആൻഡ് മൂൺ ഫേസസ് ഉണ്ട്. അതിൽ ടൈംസ് ഓഫ് റെമഡീസിൽ
എത്ര മെഡിസിൻ ഉണ്ട്, മൂൺ ഫേസിൽ എത്ര മെഡിസിൻ ഉണ്ട് എന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ടൈംസ് ഓഫ് റെമഡീസിൽ 420 റെമഡീസ് ഉള്ളത്, മൂൺ ഫേസിൽ 186 റെമഡീസ് ആണ് ഉള്ളത് കേട്ടോ. പിന്നെ ബോഗർ യൂസസ് ഇലക്ട്രിക്കൽ പൊട്ടൻറ്റൈസർ ടു മേക്ക് ഹയർ പൊട്ടൻസി ഓഫ് ദ റെമഡി. ഇലക്ട്രിക്കൽ പൊട്ടൻസീസ് വെയർ മെയ്ഡ് ഓൺ എ മെഷീൻ കൺസ്ട്രക്റ്റഡ് ബൈ ഡോക്ടർ സ്കീൽസൺ ഓഫ് ചിക്കാഗോ. അപ്പോൾ ഇലക്ട്രിക്കൽ പൊട്ടൻറ്റൈസർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹയർ പൊട്ടൻസിക്ക് വേണ്ടിയിട്ട്. ദിസ് ഇസ് ബൈ ഡോക്ടർ സ്കീൽസൺ ഓഫ് ചിക്കാഗോ. പിന്നെ ബോഗറിന്റെ ഒരു പ്രൂവിംഗ് ആണ് സാമസ്കൈറ്റ്. പിന്നെ ബോഗറിന്റെ കാർഡ് റെപ്പർട്ടറി 1924 360 കാർഡ്സ് ആയിരുന്നു, 250 റെമഡിയാണ്. ടൈംസ് ഓഫ് റെമഡീസിൽ 420 മെഡിസിൻസും മൂൺ ഫേസിൽ 186 റെമഡീസും ആണ് ഉള്ളത്. ബോഗർ കെന്റിന് അഡീഷൻസ് എഴുതിയിട്ടുണ്ട്, അബൌട്ട് 3000 അഡീഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ BBCR 1905 systematic alphabetical repertory is the English translation of antipsychotics in the year 1900. Okay. He worked as an International Hahnemann Association in 1904. From 1924 until his death, he was the faculty of American Foundation for Homeopathy postgraduate course. പിന്നെ CM ബോഗർ കളക്റ്റഡ് റൈറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹെഡിങ്ങിൽ കുറച്ച് ബോഗറിന്റെ എല്ലാ റൈറ്റിംഗ്സിന്റെ ഒരു കളക്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ബൈ റോബർട്ട് ബന്നൺ ഇൻ ദ ഇയർ 1993. ബോഗർ എഴുതിയതല്ല, ബോഗറിന്റെ എല്ലാ വർക്ക്സും കൂടെ കളക്ട് ചെയ്തിട്ട് ഇറക്കിയ ഒരു പ്രസിദ്ധീകരണമാണ്. ബൈ റോബർട്ട് ബണ്ണൻ ഇൻ ദ ഇയർ 1993. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റെപ്പർട്ടറി ഉണ്ട്. അതിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അതിന്റെ MM പാർട്ടാണ്, അത് മെറ്റീരിയ മെഡിക്ക പാർട്ടും റെപ്പർട്ടറി പാർട്ടുമാണ്. അപ്പോൾ 2 സെക്ഷനാണ് ഈ റെപ്പർട്ടറിക്ക് ഉള്ളത്. അല്ലെ മെറ്റീരിയ മെഡിക്ക പാർട്ടിൽ എത്ര മെഡിസിൻ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 140 മെഡിസിൻസ് ആണ് മെറ്റീരിയ മെഡിക്ക പാർട്ടിലുള്ളത്. അവിടെ 2 ഗ്രഡേഷൻ ആണുള്ളത്, ഇറ്റാലിക്സും റോമനും. ഇനി റെപ്പർട്ടറി പാർട്ടിലോട്ട് വരുമ്പോൾ അവിടെ മെഡിസിൻസ് 464 മെഡിസിൻസ് ആണ് ഇൻഡെക്സിൽ കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി നമുക്ക് ബുക്കിൽ ഉടനീളം നോക്കുമ്പോൾ 478 റെമഡീസ് ഉണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ വരുമ്പോൾ 464നെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. 464 ആണ് ടോട്ടൽ മെഡിസിൻസ്. 53 ചാപ്റ്റേഴ്സ് ആണ് ഇൻഡെക്സിലുള്ളത്. ആക്ച്വൽ ചാപ്റ്റേഴ്സ് 58 ആണ്. അത് ബോഗർ അതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ ബോൾഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് ചാപ്റ്ററിന്റെ ഹെഡിങ് ആണെന്നാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ക്യാപിറ്റൽ ബോൾഡ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 58 ചാപ്റ്റേഴ്സ് കിട്ടും. പക്ഷെ ആ കണ്ടന്റ്സ് തന്നെ നമ്പർ ഇട്ടിട്ട് നോക്കുമ്പോൾ 53 നമ്പേഴ്സേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് 53 ചാപ്റ്റേഴ്സ് ഇൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് പഠിക്കേണ്ടത്, തറവായിട്ട് പഠിക്കേണ്ടത് 464 മെഡിസിൻസ് ആണ്, 53 ചാപ്റ്റേഴ്സ് ആണ്, 125 റെമഡീസ് ആണ് ഇൻ കൺകോർഡൻസ് പാർട്ട്. പിന്നെ 5 ഗ്രഡേഷൻസ് ഉണ്ട്. മെറ്റീരിയ മെഡിക്ക പാർട്ടിൽ 2 ഗ്രഡേഷനും റെപ്പർട്ടറി പാർട്ടിൽ 5 ഗ്രഡേഷനും ആണുള്ളത്. തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്കിന്റെ റിലേഷൻഷിപ്പ് പാർട്ടിൽ എത്ര മെഡിസിൻ ഉണ്ട്? 141. യെസ്, 141 ആണ്. നമുക്ക് എണ്ണി നോക്കുകയാണെങ്കിൽ 142 ഉണ്ടാവും, പക്ഷെ നമുക്ക് 141 ആണ് ഇമ്പോർട്ടന്റ് കേട്ടോ. ഇനി ഇതിന്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ നമുക്ക് കുറച്ച് പഠിക്കേണ്ട കുറച്ച് ആൾക്കാരുടെ പേരുണ്ട്. അതിൽ ഫോർവേഡ്, നമ്മുടെ BBCRന്റെ ഫോർവേഡ് എഴുതിയിട്ടുള്ളത് HA റോബർട്സ് ആണ്. TPBക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ആണ് HA റോബർട്സ് ഉള്ളത്? ഇൻട്രൊഡക്ഷൻ HA റോബർട്സ് ആൻഡ് ആനീസി വിൽസൺ ഉണ്ട്. പിന്നെ HA റോബർട്സിന്റെ ഒരു എഡിഷനും കൂടെ ഉണ്ടല്ലേ തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്കിന്, പ്രിൻസിപ്പിൾ ആൻഡ് പ്രാക്ടിക്കബിലിറ്റി ആണ് തുടങ്ങുന്ന 362 മെഡിസിനുള്ള ഒരു തേർഡ് പാർട്ട് ഉണ്ട് HA റോബർട്സിന്റെ കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ BBCRന്റെ ഫോർവേഡ് ആണ് ആര് എഴുതിയിട്ടുള്ളത്? HA റോബർട്സ് എഴുതിയിട്ടുള്ളത്. പിന്നെ അതിൽ ലൈഫ് ഹിസ്റ്ററി ഓഫ് ബോണിംഗ്ഹസൻ ആണ്. നമുക്ക് ഈ BBCR എന്ന് പറയുമ്പോൾ ബോണിംഗ്ഹസന്റെ ക്യാരക്ടറിസ്റ്റിക്സിന് ബോഗർ എഴുതിയ റെപ്പർട്ടറി ആണ്. അപ്പോൾ അതിൽ ലൈഫ് ഹിസ്റ്ററി ഓഫ് ബോണിംഗ്ഹസൻ കൊടുത്തിട്ടുണ്ട്. അത് എഴുതിയത് TL ബ്രാഡ്ഫോർഡ് ആണ്. TL ബ്രാഡ്ഫോർഡ്, ലൈഫ് ഹിസ്റ്ററി ഓഫ് ബോണിംഗ്ഹസൻ. പിന്നെ അതിൽ പ്രിഫേസ് ചെയ്തിട്ടുള്ളത് CM ബോഗർ തന്നെയാണ്, പ്രിഫേസ് ബൈ CM ബോഗർ. പിന്നെ CM ബോഗർ ലൈഫ് ആൻഡ് വർക്ക്സ്, അതായത് ബോഗറിന്റെ ലൈഫ് ഹിസ്റ്ററിയും ബോഗറിന്റെ വർക്ക്സും എഴുതിയിട്ടുണ്ട്, അത് SK തിവാരിയാണ്. പിന്നെ BBCR കമന്ററി ആൻഡ് ഇൻട്രൊഡക്ഷൻ, BBCRന്റെ കമന്ററിയും ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുള്ളത് SK തിവാരിയാണ്. അതിൽ വേർഡ് ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട്, അത് SP റോയ് ആണ്. മെഡിസിൻ ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട് SK തിവാരിയാണ്. പിന്നെ കറക്റ്റഡ് അബ്രീവിയേഷൻ കുറച്ച് കറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അത് ഡോക്ടർ രസ്തോഗി ആൻഡ് VD ശർമ്മ. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഫോർവേഡ് ആരാ എഴുതിയെന്ന് ചോദിക്കാം, ലൈഫ് ഹിസ്റ്ററി ഓഫ് ബോണിംഗ്ഹസൻ എഴുതിയത് ആരാന്ന് ചോദിക്കാം, പ്രിഫേസ് ആരാ എഴുതിയതെന്ന് ചോദിക്കാം, വേർഡ് ഇൻഡെക്സ് SP റോയ്, മെഡിസിൻ ഇൻഡെക്സ് SK തിവാരി. ഇതൊക്കെ ആരാണ് എഴുതിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ ഈ ഒരു പാട്ട് എങ്ങനെയാണ് തറോ ആയിരിക്കണം. വേർഡ് ഇൻഡെക്സ് SP റോയ്, മെഡിസിൻ ഇൻഡെക്സ് SK തിവാരി ആൻഡ് കറക്റ്റഡ് അബ്രിവിയേഷൻ ബൈ ഡോക്ടർ റസ്തോഗി ആൻഡ് VD ശർമ്മ. ബോഗർ ഡിവൈഡഡ് പ്രിഫൈസ് ഇൻടു 4 പാർട്ട്. നമ്മൾ പഠിച്ചു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പ്രിഫൈസ് എഴുതിയത് CM ബോഗർ ആണെന്ന് പറഞ്ഞു. ബോഗർ ആ പ്രിഫൈസിനെ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഓക്കെ, 4 പാർട്ടായിട്ടാണ് ബോഗർ ആ പ്രിഫേസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 4 സെക്ഷൻസിന്റെ 4 ഹെഡിങ്സിലാണ് പ്രിഫേസ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി BBCR ഇസ് ബേസ്ഡ് ഓൺ ഏത് റെപ്പർട്ടറിയുടെ ബേസ്ഡ് ആയിട്ടാണ് BBCR ഉള്ളത്? മെയിൻ ഉള്ളത് റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക് ആണ്. നമ്മൾ ഒരിക്കലും തെറാപ്യൂട്ടിക് പോക്കറ്റിനെ ബേസ് ചെയ്തിട്ടല്ല, റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക്കിനെ ബേസ് ചെയ്തിട്ടാണ് BBCR ഉള്ളത് കേട്ടോ. അപ്പോൾ ബോഗർ പ്രിഫേസിന് 4 ഡിവിഷൻ ആക്കിയിട്ടുണ്ട്. BBCR is based on repertory of antisorics remedies. ആന്റിസോറിക്സിന്റെ ഇയർ ഏതായിരുന്നു? 1832. While compiling the repertory, Boger followed the basic plan and construction of Bonninghausen's repertory of antisoric medicines, which could overcome many difficulties faced using therapeutic pocketbook. തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്കിനാളും എളുപ്പം ഒരു യൂസ് ചെയ്യാൻ ഫ്രണ്ട്ലി ആയിരുന്നു ആന്റിസോറിക്സ്. ഓക്കെ, ഇനി പ്രിഫേസ് ഡിവൈഡ് ഇൻറ്റു 4 പാർട്സ് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് 4 പാർട്സ്? ഓൺ ദ യൂസ് ഓഫ് റെപ്പർട്ടറീസ് ഒരു ഹെഡിങ് ആണ്. ചൂസിങ് ദ റെമഡി അനദർ ഹെഡിങ്. റിപ്പിറ്റേഷൻ ഓഫ് ഡോസ് നെക്സ്റ്റ് ഹെഡിങ്. ഹോമിയോപ്പതി പ്രോഗ്നോസിസ്. ഇങ്ങനെ 4 ഹെഡിങ്സിലാണ് ആ ഒറിജിനൽ പ്രിഫേസ് ബോഗർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓൺ ദ യൂസ് ഓഫ് റെപ്പർട്ടറീസ്, ചൂസിങ് ദ റെമഡി, റിപ്പിറ്റേഷൻ ഓഫ് ഡോസ്, ഹോമിയോപ്പതിക് പ്രോഗ്നോസിസ്. ഇത് ഹെഡിങ് പഠിക്കാൻ നിർബന്ധമല്ല, 4 സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്താൽ മതി. ഓക്കെ, ഇതിന്റെ സോഴ്സ് ബുക്സ് തെറാപ്യൂട്ടിക് പോക്കറ്റ് ബുക്ക് ഉണ്ട്, റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക് ഉണ്ട്, റെപ്പർട്ടറി ഓഫ് മെഡിസിൻ വിച്ച് ആർ നോട്ട് ആന്റിസോറിക് ഉണ്ട്, ബോണിംഗസ് സൈഡ്സ് ഓഫ് ദ ബോഡി ഉണ്ട്, തെറാപ്യൂട്ടിക്സ് ഓഫ് ഇന്റർമീഡിയറ്റ് ഫീവർ ഉണ്ട്, തെറാപ്യൂട്ടിക്സ് ഓഫ് വൂപ്പിംഗ് കഫ് ഉണ്ട്, അഫോറിസംസ് ഓഫ് ഹിപ്പോക്രീറ്റ്സ് ഉണ്ട്. അതായത് ബോണിംഗസിന്റെ എല്ലാ വർക്ക്സും ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. പല മെയിൻ ആയിട്ട് വരുന്നത് റെപ്പർട്ടറി ഓഫ് ആന്റിസോറിക്കിന്റെ പ്ലാൻ ആൻഡ് കൺസ്ട്രക്ഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം അതിന്റെ സോഴ്സ് ആണ്. അതായത് അതിന്റെ പ്ലാൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കുന്നത് ചാപ്റ്ററിന്റെ അറേഞ്ച്മെന്റ് ഒക്കെയാണ് ഉദ്ദേശിച്ചത്. TPP പോലെയുള്ള അറേഞ്ച്മെന്റ് അല്ലല്ലോ BBCRന്റെ അറേഞ്ച്മെന്റ്. TPP ഓൺലി 7 സെക്ഷൻസ് ആണ്. BBCRൽ നമുക്ക് 53 സെക്ഷൻസ് ഉണ്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ ആ ഒരു പ്ലാൻ ആൻഡ് കൺസ്ട്രക്ഷൻ ബേസ്ഡ് ഓൺ ആന്റിസോറിക് ആണ്. പക്ഷേ ഇത്രയും റെപ്പർട്ടറീസ് ഇതിന്റെ സോഴ്സ് ബുക്സ് ആണ്. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് സൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ സ്റ്റാർ എന്നുള്ള സൈൻ ഡിനോട്ട് ചെയ്യുന്നത് പാരഗ്രാഫ് ഫ്രം TPB ഓൾട്ടേർഡ് ബൈ ഡൺഹാം കോപ്പി. അതായത് ഡൺഹാമിന്റെ കോപ്പിയിൽ TPB കോപ്പിയിൽ ഡൺഹാം കുറച്ച് അഡീഷൻസ് കൊടുത്തതാണ് സ്റ്റാർ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പാരഗ്രാഫ് ഫ്രം TPB ഓൾട്ടേർഡ് ബൈ ഡൺഹാം കോപ്പി. ഡൺഹാം ഓൾട്ടർ ചെയ്തിട്ടുള്ള TPBന്റെ പോയിന്റ്സിനെയാണ് നമ്മൾ സ്റ്റാർ ആയിട്ട് അതിൽ കാണുന്നത്. പിന്നെ ഒരു പ്ലസ് സൈൻ ഉണ്ട്, അത് ന്യൂ പാരഗ്രാഫ് വിച്ച് ഹെൽപ്പ് ഇൻ സെലക്ഷൻ ഓഫ് സെമിനോ. അത് പുതിയതായിട്ട് ആഡ് ചെയ്തതാണ് പ്ലസ് സൈൻ ഉള്ളത്. പിന്നെ ഒരു ഇൻവെർട്ടർ ഒരു കോമ ഉണ്ട്, സിംഗിൾ കോമ. അത് പത്തോജനറ്റിക് സിംറ്റംസിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ 3 സൈൻസും പഠിക്കണം. സ്റ്റാർ എന്ന് പറഞ്ഞത് ഡൻഹാം കോപ്പിയാണ്, പ്ലസ് എന്ന് പറഞ്ഞത് ന്യൂ പാരഗ്രാഫ് ആഡ് ചെയ്തതാണ്, കോമ അപ്പോസ്ട്രോഫ് എന്നുള്ള സൈൻ ഉള്ളത് പത്തോജനറ്റിക് സിംറ്റം ആണ്. ഇനി ഈ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഓഫ് റെമഡീസ് എന്ന് പറഞ്ഞ ചെറിയൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ലോങ് ആക്ടിങ് റെമഡി, ഷോർട്ട് ആക്ടിങ് റെമഡി, ലോങ് ഡ്യൂറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് അങ്ങനെ മെഡിസിൻസ് കൂടുതൽ ലെങ്ത് ഡ്യൂറേഷൻ ഓഫ് ആക്ഷനുള്ള മെഡിസിൻസ് ഒരു കൂട്ടം എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഷോർട്ട് ആക്ടിങ് റെമഡീസിന്റെ പേര് മെഡിസിൻസ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, ഡ്യൂറേഷൻ മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനെ കുറച്ച് സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അത് എന്തിന്റെ ബേസിലാണ് കൊടുത്തിട്ടുള്ളത്? എവിടുന്ന് എടുത്ത ഒരു പോയിന്റ് ആണ് അതിലോട്ട് ആഡ് ചെയ്തിട്ടുള്ളത്? അതിന്റെ താഴെ ആ സെക്ഷന്റെ താഴെ അതിൽ എഴുതിയിട്ടുണ്ട് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം നോട്ട്സ് ഓഫ് ഹെറിംഗ് കൺഫേംഡ് ബൈ ബോണിംഗ്ഹസൻ. അപ്പോൾ ഈ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഓഫ് റെമഡീസ് എന്ന് പറഞ്ഞ സെക്ഷൻ ടേക്കൺ ഫ്രം നോട്ട്സ് ഓഫ് ഹെറിംഗ് കൺഫേംഡ് ബൈ ബോണിംഗ്ഹസൻ. ഓക്കെ, അപ്പോൾ ആ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഫ്രം ഹെറിംഗ് ആണ്, ബട്ട് കൺഫേംഡ് ബൈ ബോണിംഗ്ഹസൻ. ഓക്കെ, സിംറ്റംസ് വിച്ച് അപ്പിയർഡ് ലാസ്റ്റ് ഇൻ ദ പ്രൂവിംഗ് ആർ ഓഫ് ഗ്രേറ്റ് വാല്യൂ. ഈ ഒരു കോട്ട് പറഞ്ഞത് ആരാണ്? സിംറ്റംസ് വിച്ച് അപ്പിയർഡ് ലാസ്റ്റ് ഇൻ ദ പ്രൂവിംഗ് ആർ ഓഫ് ഗ്രേറ്റ് വാല്യൂ. ലാസ്റ്റ് അപ്പിയർഡ് സിംറ്റം ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അങ്ങനെ ഒരു കോട്ട് പറഞ്ഞത് ഏത് പൈനിയർ ആണ്? അറിയോ?
അത് പറഞ്ഞത് ഹെറിങ് ആണ് കേട്ടോ. സിംറ്റംസ് വിച്ച് അപ്പിയർഡ് ലാസ്റ്റ് ഇൻ ദ പ്രൂവിംഗ് ആർ ഓഫ് ഗ്രേറ്റ് വാല്യൂ എന്ന് പറഞ്ഞത് ഹെറിങ് ആണ്. ഓക്കെ, ഇനി കൺസെപ്റ്റ് ഓഫ് ടോട്ടാലിറ്റി പറയുമ്പോൾ നമ്മൾ ബോണിങ്ങസിന്റെ ടോട്ടാലിറ്റി നമ്മൾ ഇന്നലെ പഠിച്ചു. എക്സാക്സിയംസ് എന്ന് പറഞ്ഞിട്ട് 7 സാധനങ്ങൾ നമ്മൾ പഠിച്ചു. അതിലൊക്കെ ബോണിങ്ങസിന് ഓരോ വേർഡിങ്സ് ഉണ്ടായിരുന്നു. ക്യുസ്, ക്യുഡ്, ഉബി, ക്യുബസ്, ഓക്സിലസ് എന്നൊക്കെ പറഞ്ഞ പോലെ. പക്ഷെ സെയിം സാധനം തന്നെയാണ് ഇവിടെ പറഞ്ഞത്, പക്ഷെ ഇതിന്റെ ഓൺലി നെയിംസ് മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു ചേഞ്ച് ചെയ്ത് പഠിച്ചിരുന്നാൽ മതി. ചേഞ്ചസ് ഇൻ പേഴ്സണാലിറ്റി ആൻഡ് ടെമ്പറാമെന്റ് ഫസ്റ്റ്, പെക്യുലാരിറ്റീസ് ഓഫ് ഡിസീസ് സെക്കൻഡ്, ദ സീറ്റ് ഓഫ് ദ ഡിസീസ്, കൺകോമിറ്റൻസ്, ദ കോസ്, മൊഡാലിറ്റീസ്, ടൈം. അപ്പോൾ ബോഗറിന്റെയും ബോണിങ്ങസിന്റെയും ടോട്ടാലിറ്റി സെയിം ആണ്, പക്ഷെ പേരെടുത്ത് പറഞ്ഞത് ബോണിങ്ങസിനാണ്. Boger's appreciation of time dimension, causative modalities, tissue affinities, and pathological generals gave a new vista in understanding the case. അപ്പോൾ പത്തോളജിക്കൽ ജനറൽസ് എന്നുള്ളത് കൊണ്ടുവന്നതും കോസറ്റീവ് മൊഡാലിറ്റീസിന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുത്തതും അതിലും ടൈം മൊഡാലിറ്റീസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തതൊക്കെ ബോഗറാണ് കേട്ടോ. ബോഗറിന്റെ അനാലിസിസ് പറയുമ്പോൾ ഇവാലുവേഷൻ പറയുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. MMSOP എന്നല്ല നമ്മൾ എഴുതാറ്, അതായത് കോസറ്റീവ് മൊഡാലിറ്റീസ് അങ്ങനെ. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് കൊടുത്തിട്ടുള്ളത് ബോഗറാണ്. പത്തോളജിക്കൽ ജേർണൽസ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നതും ബോഗറാണ് കേട്ടോ. ഇനി ഗ്രഡേഷൻസ് നമ്മൾ പറഞ്ഞു. 5 ഗ്രഡേഷൻ: ക്യാപിറ്റൽ 5 മാർക്ക്, ബോൾഡ് 4 മാർക്ക്, ഇറ്റാലിക്സ് 3 മാർക്ക്, റോമൻ 2 മാർക്ക്, റോമൻ ഇൻ പാരാന്തസിസ് 1 മാർക്ക്. അത് റെയർലി യൂസ്ഡ് ആണ്. ഇനി നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട് ക്യാൻസറസ് കക്കെക്സിയാക്ക് ഏത് മെഡിസിൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതൊരു എക്സാമ്പിൾ കൊടുത്തുകൊണ്ട് നമ്മൾ ഇത് പഠിക്കുന്നത്. ക്യാൻസറസ് കക്കെക്സിയക്ക് റോമൻ ഇൻ പാരാന്തസിസ് ആയിട്ട് 1 മാർക്ക് കൊടുത്തിട്ടുണ്ട്. 1 മാർക്ക് മെഡിസിൻ എന്ന് പറഞ്ഞത് റേഡിയം ആണ്. അപ്പൊ ക്യാൻസറസ് കക്കെക്സിയ റേഡിയം. ഈ ക്യാൻസറസ് കക്കെക്സിയ എന്നുള്ളത് ഏത് ചാപ്റ്ററിൽ കാണുന്നതാ റൂബ്രിക്ക? അതെ, എസ്സാൻസിയിലാട്ടോ. ക്യാൻസറസ് കക്കെക്സിയ, അതിൽ 1 മാർക്ക് മെഡിസിൻ റേഡിയം. ഇനി ലോവർ എക്സ്ട്രിമിറ്റീസിൽ ബോൺ, കാരിക്സ് എന്നുള്ളത് ഒരു 1 മാർക്ക് മെഡിസിന് അസഫീറ്റഡ് കേട്ടോ. അതൊക്കെ എക്സാമ്പിൾ കൊടുത്തതാണ്. ഇനി ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഓഫ് BPCR. അതിൽ ഡോക്ടറിൻ ഓഫ് കംപ്ലീറ്റ് സിംറ്റം ഉണ്ട്, പത്തോളജിക്കൽ ജനറൽ ഉണ്ട്, ഡോക്ടറിൻ ഓഫ് കോസേഷൻ ആൻഡ് ടൈം ഉണ്ട്, ക്ലിനിക്കൽ റൂബ്രിക്സ്, ഇവാലുവേഷൻ ഓഫ് റെമഡീസ്, ഫീവർ ടോട്ടാലിറ്റി, കൺകോർഡൻസ്. ഫീവർ ടോട്ടാലിറ്റി യുണീക് കോൺട്രിബ്യൂഷൻ ഓഫ് ബോഗർ നമ്മൾ എടുത്തു പറയാറുണ്ട്. ഫീവർ ടോട്ടാലിറ്റി ആണ് യുണീക് കോൺട്രിബ്യൂഷൻ ഓഫ് ബോഗർ. ഓക്കെ. ഡോക്ടറിൻ ഓഫ് പത്തോളജിക്കൽ ജനറൽസ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ CM ബോഗർ. ഡോക്ടറിൻ ഓഫ് അനലോഗി ആരാ കൊണ്ടുവന്നേ? ബോണിങ്ങസ്. അതിന്റെ വേറൊരു പേരെന്തായിരുന്നു? വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. ഇനി പത്തോളജിക്കൽ ജനറൽ. പത്തോളജിക്കൽ ജനറൽസ് ആർ ദ എക്സ്പ്രഷൻസ് ഓഫ് എ പേഴ്സൺ which are known by a study of changes at tissue level. Certain types of constitution is prone to certain pathological changes to different levels of the system and organ. An individual may respond to constant unfavorable stimuli through pathological changes in different tissues, but a common propensity might still persist. This common change at different tissue shows the behavior of the whole constitution, which is important to understand the individual. നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ എന്തെങ്കിലും ഹൈപ്പർട്രോഫി ആണെങ്കിൽ എല്ലാ ഭാഗത്തും ഹൈപ്പർട്രോഫി വരുമ്പോൾ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് ആ ഒരു പത്തോളജിക്കൽ ജനറൽ ഉണ്ട്. അത് ഹൈപ്പർട്രോഫി എന്നാവാം, അല്ലെങ്കിൽ ഹെമറേജിക് ടെൻഡൻസി ആവാം. അതൊക്കെ ഓരോ പത്തോളജിക്കൽ ജനറലിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. പത്തോളജിക്കൽ ജനറൽസ് കൂടുതലായിട്ടും കാണുന്നത് എസ്സാൻസിയിലാണ്. പിന്നെ രണ്ടോ മൂന്നോ മാത്രമേ അഗ്രവേഷൻ ചാപ്റ്ററിലും കാണുന്നുണ്ട് കേട്ടോ. This requires knowledge of pathology, keen observation and careful study of symptoms on the part of the physician to detect the pathological generals in patient and use it for the finding out of similima. Boger emphasized the importance of pathological generals both in his repertory and his book General Analysis. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഏതിലാണ് പത്തോളജിക്കൽ ജേർണൽസ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അത് ജനറൽ അനാലിസിസ് ആണ് കൂടുതലായിട്ടും പറയാം. റെപ്പർട്ടറിയിൽ നമ്മൾ അതിന്റെ റൂബ്രിക് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ പത്തോളജിക്കൽ ജേർണലിസിന്റെ ഒരു ഡെഫിനേഷൻ ഒക്കെ കൊടുത്തിട്ടുള്ളത് ജനറൽ അനാലിസിസ് എന്ന ബുക്കിലാണ് കേട്ടോ. ബോത്ത് ബുക്ക് ക്യാൻ ബി യൂസ് സൈഡ് ബൈ സൈഡ് ഫോർ ദ പർപ്പസ് ഓഫ് റെപ്പർട്ടറൈസേഷൻ. ഇനി നമുക്ക് പത്തോളജിക്കൽ ജേർണൽസിന്റെ കുറച്ച് എക്സാമ്പിൾ ആണ്. അതിൽ വരുന്നത് അട്രോപ്പി അനിമാസിയേഷൻ, അത് വരുന്നത് എസ്സാൻസിയിലാണ്. ക്ലോറോസിസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, കൺസംഷൻ, കൺവൾഷൻ, സ്പാസംസ്,
discharges, dropsy, hemorrhage tendency to hypochondriasis, induration, inflammation, mucous membrane affected, muscles in general, obesity, corpulency, offensiveness, paralysis agitant, scorbutic symptoms, serous membrane, suppuration, swelling, psychosis, syphilis, torpidity, uremia, ulcers. ഇതൊക്കെ എസെൻസിലുള്ള പത്തോളജിക്കൽ ജേർണൽസിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ അഗ്രവേഷൻ അമിഗ്രേഷൻ ചാപ്റ്ററിൽ യൂറിക് ആസിഡ് ഡയാസിസിസ് ആൻഡ് സെനിലിറ്റി, ഇത് രണ്ടും വരുന്നത് അഗ്രവേഷൻ ആൻഡ് അമിഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലാണ് കേട്ടോ. യൂറിക് ആസിഡ് ഡയാസിസിസും സെനിലിറ്റി. അപ്പൊ നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക എന്ത്, അഗ്രവേഷൻ അമിഗ്രേഷനിലാണ് എന്ത്, യൂറിക് ആസിഡും സെനിലിറ്റി. ഇത് ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. നമ്മൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിപ്പോ നമ്മൾ എസെൻസിലൊക്കെ കൊണ്ടുപോയി എഴുതും. യൂറിക് ആസിഡ് ഡയാറ്റസിസും സെനിലിറ്റിയും അഗ്രവേഷൻ അമിഗ്രേഷൻ ചാപ്റ്ററിലാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് 53 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ്? ഫസ്റ്റ് ചാപ്റ്റർ മൈൻഡ്, സെൻസോറിയം. സെൻസോറിയം എന്നുള്ള ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടില്ല വേറെ എവിടെയും. ഇവിടെ ഒരു എക്സ്ട്രാ ചാപ്റ്റർ സെൻസോറിയം ഉണ്ട്. വെർട്ടേഗോ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ ഇന്നലെ വെർട്ടേഗോ എന്നൊരു റൂബ്രിക് ആണ് പഠിച്ചത് അല്ലെ. ഏത് ചാപ്റ്ററിലെ റൂബ്രിക് ആണ് വെർട്ടേഗോ? ഇന്റലക്ട്. ഇന്റലക്ട്, വെരി ഗുഡ്. പിന്നെ ഹെഡ് ഉണ്ട്, ഐസ് ഉണ്ട്, ഇയേഴ്സ് ഉണ്ട്, നോസ്, ഫേസ്, ടീത്ത്, മൗത്ത്, അപ്പറ്റൈറ്റ്. അപ്പറ്റൈറ്റ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കുക ഇവിടെയൊക്കെ നമ്മുടെ കെൻഡിലാണെങ്കിലും ഒക്കെ ഐസ്, അങ്ങനെ വിഷൻ, അങ്ങനെ ചാപ്റ്റർ ഉണ്ട്. അതുപോലെ തന്നെ TPBയിലാണെങ്കിലും ഐസിന്റെ കൂടെ വിഷൻ ഉണ്ട്, ഇയറിന്റെ കൂടെ ഹിയറിംഗ് ഉണ്ട്, നോസിന്റെ കൂടെ അങ്ങനെ ഉണ്ട്. സബ് ചാപ്റ്റേഴ്സ് അതിന്റെ ഫംഗ്ഷനും ഓരോ ചാപ്റ്റർ ആണ്. പക്ഷെ ഇവിടെ ചാപ്റ്റർ നെയിം ആ ഒരു ലൊക്കേഷൻസ് മാത്രമേ ഉള്ളൂ, ഐസ്, ഇയേഴ്സ്, നോസ്, ഫേസ്. പക്ഷെ ഇതിന്റെ സബ് ചാപ്റ്റേഴ്സ് ഉണ്ട്, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഐസിൽ വിഷൻ എന്ന് പറഞ്ഞ സബ് ചാപ്റ്റർ വരുന്നുണ്ട്, ഇയറിൽ ഇയറിംഗ് എന്ന് പറഞ്ഞ സബ് ചാപ്റ്റർ വരുന്നുണ്ട്, നോസിൽ കൊറൈസ എന്ന് പറഞ്ഞ സബ് ചാപ്റ്റർ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സബ് ചാപ്റ്റേഴ്സ് ഉണ്ട്. മെയിൻ ചാപ്റ്റേഴ്സ് ആണ് 53. ടീത്ത്, മൗത്ത്, അപ്പറ്റൈറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ചാപ്റ്റർ ആണ്. തേഴ്സ്റ്റ്, ടേസ്റ്റ്, ഇറക്ടേഷൻ, വാട്ടർ വാഷ് ആൻഡ് ഹാർട്ട് ബേൺ, ഹിക്കഫ്. ഹിക്കഫ് എന്നുള്ളത് ഒരു ചാപ്റ്റർ ആണ്. നമ്മൾ ഇന്നലെ ഒരു റൂബ്രിക് ആണ് പഠിച്ചത്. ഏത് ചാപ്റ്ററിലെ റൂബ്രിക് ആണ് ഹിക്കഫ് TPBയിൽ? അതെ, ഇറക്ടേഷനിലെ റൂബ്രിക് ആണ് ഹിക്കഫ്. ഇവിടെ പക്ഷെ ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് ഹിക്കഫ്. നോസിയ ആൻഡ് വോമിറ്റിംഗ്, സ്റ്റൊമക്ക്, എപ്പിഗാസ്ട്രിയം, ഹൈപ്പോകോൺട്രിയ, അബ്ഡമൻ, എക്സ്റ്റേണൽ അബ്ഡമൻ. ഇന്റേണൽ അബ്ഡമൻ എന്ന് കൊടുത്തിട്ടില്ല, അബ്ഡമൻ, എക്സ്റ്റേണൽ അബ്ഡമൻ, ഇൻഗ്വാനൽ ആൻഡ് പ്യൂപിക് റീജിയൻ. ഇവിടെ ഒരു എക്സ്ട്രാ ചാപ്റ്റർ ഉണ്ട്, ഇൻഗ്വാനൽ ആൻഡ് പ്യൂപിക് റീജിയൻ. ഫ്ലാറ്റുലൻസ്, സ്റ്റൂൾ, ആനസ് ആൻഡ് റക്റ്റം. ഇവിടെ സ്റ്റൂൾ എന്നുള്ള ചാപ്റ്റർ ഉണ്ട്, ആനസ് ആൻഡ് റക്റ്റം എന്നുള്ള വേറെ ചാപ്റ്ററും ഉണ്ട്. പെരിനിയം ഒരു ചാപ്റ്റർ ആണ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒരു ചാപ്റ്റർ ആണ്, യൂറിൻ, യൂറിനറി ഓർഗൻസ്, ജെനിറ്റാലിയ, സെക്ഷൽ ഇമ്പൾസ്, മെൻസ്ട്രേഷൻ, റെസ്പിറേഷൻ, കഫ്, ലാരിങ്സ് ആൻഡ് ട്രക്കിയ, വോയിസ് ആൻഡ് സ്പീച്ച്, നെക്ക് ആൻഡ് എക്സ്റ്റീരിയർ തോട്ട്, ചെസ്റ്റ്, ബാക്ക്, അപ്പർ എക്സ്ട്രിമിറ്റീസ്, ലോവർ എക്സ്ട്രിമിറ്റീസ്, sensation and complaints in general, glands, bone, skin and exterior body, sleep, dreams, fever, compound fevers, condition in general, conditions of aggravation and amelioration in general, പിന്നെ കൺകോർഡൻസ്. അവസാനത്തെ പാർട്ട് കൺകോർഡൻസ്. കൺകോർഡൻസിൽ 125 റെമഡീസ് ആണ് BBCRലുള്ളത് കേട്ടോ. ഇനി ഇതിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ്. നെയിം ഓഫ് ഓൾ മെയിൻ സെക്ഷൻസ് ആർ റിട്ടൺ ഇൻ ഡാർക്ക് ക്യാപിറ്റൽസ്, സബ് ചാപ്റ്റേഴ്സ് ഓർഡിനറി ക്യാപിറ്റൽ. പിന്നെ ഫസ്റ്റ് ലൊക്കേഷൻ റൂബ്രിക്സ് ആയിരിക്കും തരിക. അത് കഴിഞ്ഞിട്ട് ഡിഫറെന്റ് സെൻസേഷൻ ആണ് ഉണ്ടാവുക, അത് അറേഞ്ച്ഡ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. എൻഡ് ഓഫ് ലൊക്കേഷൻ, ദ ബിഗിനിങ് ഓഫ് സെൻസേഷൻസ് മാർക്ക്ഡ് ബൈ ഹൊറിസോണ്ടൽ ലൈൻ. അപ്പൊ നമുക്ക് ലൊക്കേഷൻ കഴിഞ്ഞിട്ട് സെൻസേഷൻ തുടങ്ങിയെന്ന് അറിയണമെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ കൊടുത്തിട്ടുണ്ട്. The rubrics for location and sensation are mixed and there are no separate heading given for them. അപ്പോൾ ലൊക്കേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ സെൻസേഷൻ സ്റ്റാർട്ട് ചെയ്യണം, അല്ലാണ്ട് സെൻസേഷൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹെഡിങ് കൊടുത്തിട്ടില്ല. അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്യാൻ നമുക്കൊരു ഹൈഫൺ ഉണ്ട്. ചില ചാപ്റ്ററിലൊന്നും ഈ ഹൈഫൺ കണ്ടില്ലെങ്കിൽ നമ്മൾ അത് ആൽഫബറ്റിക്കൽ ഓർഡർ നെക്സ്റ്റ് ലൊക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു ആൽഫബറ്റിക്കൽ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കണം ഇവിടുന്ന് തൊട്ടാണ് സെൻസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നോ സെപ്പറേറ്റ് ഹെഡിങ് ഗിവൺ ഫോർ ദ, ബട്ട് ഇറ്റ് ഈസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ബിക്കോസ് ദർ ഇസ് എൻ ഓർഡർ. ദാറ്റ് ഈസ് ആഫ്റ്റർ ലൊക്കേഷൻ സെൻസേഷൻ ആർ അറേഞ്ച്ഡ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ഓക്കെ, പിന്നെ ആ സെൻസേഷൻ കഴിഞ്ഞിട്ട് ലൊക്കേഷൻ കഴിഞ്ഞു, സെൻസേഷൻ കഴിഞ്ഞു, പിന്നെ ഫോളോ ചെയ്യുന്നത് ടൈമാണ്. ടൈം, അഗ്രവേഷൻ, അമിലറേഷൻ, കൺകോമിറ്റൻസ്, ക്രോസ് റെഫറൻസ്, ഇത്രയും സെക്ഷനാണ് ഓരോ ചാപ്റ്ററിനുള്ളത്.
ഫസ്റ്റ് ലൊക്കേഷൻ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് സെൻസേഷൻ ആൽഫബറ്റിക്കൽ അറേഞ്ച്മെന്റിൽ കൊടുക്കും, അത് കഴിഞ്ഞിട്ട് ടൈം ഒരു ചാപ്റ്റർ ആണ്, അഗ്രവേഷൻ ഓരോ സബ് ചാപ്റ്റർ ആട്ടോ, അഗ്രവേഷൻ, അമിലറേഷൻ, കൺകോമിറ്റൻസ് ആൻഡ് ക്രോസ് റെഫറൻസ്. ഇതുപോലെയാണ് എല്ലാം ഫോളോ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെഡ് എന്നുള്ളൊരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ഹെഡ് ഇന്റേണൽ, അത് ലൊക്കേഷനാണ്. അത് കഴിഞ്ഞിട്ട് ഇൻ ജനറൽ എന്ന് പറഞ്ഞിട്ട് ഓരോ പാർട്സ് കൊടുത്തിട്ടുണ്ട്, ഫോർ ഹെഡ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് സെൻസേഷൻ അബ്ഡമൻ ആസ് ഇഫ് ഫ്രം, അങ്ങനെ ഓരോ സെൻസേഷൻ. ഇപ്പോൾ സെൻസേഷൻ സെക്ഷൻ ആയിരിക്കും ഏറ്റവും ബിഗ് സെക്ഷൻ എന്ന് പറഞ്ഞത്. പിന്നെ ടൈം, ഏത് ടൈമിലാണ് അവിടെ അഗ്രവേഷനോ അല്ലെങ്കിൽ ഏത് ടൈമാണെന്നുള്ളത്. പിന്നെ അഗ്രവേഷൻ എന്തൊക്കെ കണ്ടീഷനിലാണ് അഗ്രവേഷൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് അബ്ഡറേഷൻ കണ്ടീഷൻസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ക്രോസ് റെഫറൻസ്, ഇതിന്റെ ക്രോസ് റെഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ഹെഡ് എന്നുള്ളൊരു എക്സാമ്പിൾ കൊടുത്തതാണ്. ചാപ്റ്റർ റിച്ച് ഇൻ കൺകോമിറ്റൻസ് ഏതാ? ഏറ്റവും കൂടുതൽ കൺകോമിറ്റൻസിന് വേണ്ടി ഡിവോട്ട് ചെയ്ത ചാപ്റ്റർ ഏതാ? ഫീവർ ആണ് കേട്ടോ. ഫീവർ എ ടു സെഡ്, അതായത് മൈൻഡ് ടു ലോവർ എക്സ്ട്രിമിറ്റീസ് വരെ ഫീവറിന്റെ കൺകോമിറ്റന്റ് ആയിട്ട് ഇതിൽ ചാപ്റ്റർ വൈസ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് റിച്ച് ഇൻ കൺകോമിറ്റൻസ് ആയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഫീവർ ചാപ്റ്റർ ആണ്. ഡാഷ് സെക്ഷൻ കൺസിഡേഴ്സ് എ സെപ്പറേറ്റ് റെപ്പർട്ടറി, ഇതൊരു സെപ്പറേറ്റ് റെപ്പർട്ടറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഇങ്ങനെ പറയുന്ന ചാപ്റ്റർ ഏതാണ്? BBCRൽ ദിസ് ഇസ് ഫീവർ. ഈ ഫീവർ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് മൈൻഡ് ടു ലോവർ എക്സ്ട്രിമിറ്റീസ് വരെ അതിന്റെ കൺകോമിറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേറൊരു ചാപ്റ്ററിലോട്ട് അത് പോകേണ്ട ആവശ്യമില്ല, ആ ഒരു സെക്ഷൻ തന്നെ ആ കൺകോമിറ്റൻസ് കിട്ടും. നമ്മളിപ്പോ ഇനി ഫീവർ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് മൈൻഡ് പോയി നോക്കണ്ട, ആ ഫീവറിന്റെ സെക്ഷൻ തന്നെ അതിന്റെ കൺകോമിറ്റൻസിന് മൈൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു സെപ്പറേറ്റ് റെപ്പർട്ടറി ആയിട്ട് നമുക്ക് വേണമെങ്കിൽ സൂക്ഷിക്കാം, അതാണ് ഉദ്ദേശിച്ചത്. ഡാഷ് സെക്ഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ സെപ്പറേറ്റ് റെപ്പർട്ടറി, ഇറ്റ് ഈസ് ഫീവർ ചാപ്റ്റർ. ഓക്കെ. Which medicine not given in BBCR under the dreams of snakes? ഡ്രീംസ് ഓഫ് സ്നേക്സ് എന്നുള്ളതിൽ ഈ മെഡിസിൻ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്കൊക്കെ പൊതുവെ പരിചയമുള്ള മെഡിസിൻ ഏതാ? ഡ്രീംസ് ഓഫ് സ്നേക്ക്. യെസ്, ഓഫ് കോഴ്സ് ലാക്കസിസ് എന്നുള്ള മെഡിസിൻ എവിടെ കൊടുത്തിട്ടില്ല? BBCRൽ കൊടുത്തിട്ടില്ല. പക്ഷെ നമുക്കത് സുപരിചിതമാണ്, പക്ഷെ അത് കൊടുത്തിട്ടില്ല കേട്ടോ. വിച്ച് മെഡിസിൻ നോട്ട് ഗിവൺ അണ്ടർ സെന്റിമെന്റൽ? സെന്റിമെന്റലിൽ കൊടുക്കാത്ത മെഡിസിൻ ഏതാണ്? യെസ്, നാട്രമ്യൂർ. ഇനി ഇതിൽ ഓരോ സബ്സെക്ഷൻസ് ഏതൊക്കെ ചാപ്റ്ററിൽ എങ്ങനെയൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കൺകോമിറ്റൻസ് എക്സിസ്റ്റിംഗ് ഓൺലി എ ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ, അതിൽ കൺകോമിറ്റൻസ് എന്ന ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് കുറച്ച് മെഡിസിൻസ് മാത്രമാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അല്ലാണ്ട് മൈൻഡ് ടു ലോവർ എക്സ്ട്രീമിറ്റീസ് വരെ ചാപ്റ്റർ നെയിമോ ഒന്നും കൊടുക്കാണ്ട് വെറുതെ മെഡിസിൻസ് മാത്രം കൊടുത്തിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ഉള്ളത്, മൈൻഡും റെസ്പിറേഷൻ. അതായത് കൺകോമിറ്റൻസ് ഓഫ് മൈൻഡ് പറഞ്ഞിട്ട് കൺകോമിറ്റൻസ്, അതായത് കുറച്ച് മെഡിസിൻസ് മാത്രം ഒരു 2 പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ റെസ്പിറേഷനിലും. അപ്പൊ മൈൻഡ് ആൻഡ് റെസ്പിറേഷനിലാണ് കൺകോമിറ്റൻസ് ജസ്റ്റ് ഗ്രൂപ്പ് ഓഫ് മെഡിസിൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ കൺകോമിറ്റൻസ് ഗിവൺ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് വെർട്ടൈഗോ, കൊറൈസ, ടീത്ത്, നോസിയ ആൻഡ് വോമിറ്റിംഗ്, സ്റ്റൊമക്ക്, സ്റ്റൂള്, യൂറിൻ, സെക്ഷൽ ഇമ്പൾസ്, മെൻസ്ട്രേഷൻ, കഫ്, ഫീവർ ഒക്കെ കേട്ടോ. ഇനി മൊഡാലിറ്റീസ്, അഗ്രവേഷൻ, അമിഗ്രേഷൻ അങ്ങനെ കൊടുക്കാണ്ട് മൊഡാലിറ്റീസ് മാത്രം ഒരു ഹെഡിങ് കൊടുത്തു. മൊഡാലിറ്റീസ് എന്നാണ് അതിന്റെ ഹെഡിങ്. അഗ്രവേഷൻ, അമിഗ്രേഷൻ സെപ്പറേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ചാപ്റ്റേഴ്സ് അപ്പറ്റൈറ്റ്, തേഴ്സ്റ്റ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, മെൻസ്ട്രേഷൻ, സെൻസേഷൻ ആൻഡ് കംപ്ലൈൻസ് ഇൻ ജനറൽ, ഗ്ലാൻസ്, ബോൺസ്, സ്ലീപ്പ്, ഡ്രീംസ്. ഇനി അഗ്രവേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏതിലേക്കാണ്? വാട്ടർ ബ്ലാഷ് ആൻഡ് ഹാർട്ട് ബേൺ, അബ്ഡമൻ എക്സ്റ്റേണൽ, പ്യൂബിക് റീജിയൻ, ലാരിങ്സ് ആൻഡ് ട്രക്കിയ, സ്കിൻ ആൻഡ് എക്സ്റ്റീരിയർ ബോഡി. ഇതൊക്കെ അഗ്രവേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അമിഗ്രേഷൻ കൊടുത്തിട്ടില്ല. ഇനി കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത് മൊഡാലിറ്റിക്ക്. അല്ലാണ്ട് അഗ്രവേഷൻ, അമിഗ്രേഷൻ എന്നോ അല്ലെങ്കിൽ അഗ്രവേഷൻ മാത്രം അങ്ങനെ ഒന്നല്ല കൊടുത്തിട്ടുള്ളത്. കണ്ടീഷൻസ് ആണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അതുള്ളത് ആനസ് ആൻഡ് റെക്ടം, പെരിനിയം, ജെനിറ്റാലിയ, വോയിസ് ആൻഡ് സ്പീച്ച്. ഈ 4 ചാപ്റ്ററിൽ കണ്ടീഷൻസ് എന്നാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഇതൊന്നും പഠിക്കേണ്ട. റിച്ച് ഇൻ കൺകോമിറ്റൻസ് ഉള്ളത് ഫീവറിലാണെന്ന് ആലോചിക്കാം. അതുപോലെ തന്നെ കൺകോമിറ്റൻസ് ഗ്രൂപ്പ് ഓഫ് റെമഡീസ് ഓൺലി ആണെങ്കിൽ മൈൻഡും റെസ്പിറേഷനും ആണെന്ന് ആലോചിക്കുക കേട്ടോ. നമ്പർ ഓഫ് റൂബ്രിക്സ് ഇൻ മൈൻഡ് ചാപ്റ്റർ. മൈൻഡ് ചാപ്റ്ററിൽ എത്ര റൂബ്രിക് ഉണ്ട്? അറിയോ? TPBയിൽ മൈൻഡിൽ എത്ര റൂബ്രിക് ഉണ്ട്? 18. വെരി ഗുഡ്. 18.
യെസ്. ഇവിടെ 366 റൂബ്രിക്കാണുള്ളത് കേട്ടോ. 366 റൂബ്രിക്കാണ് മൈൻഡിലുള്ളത്. കെൻഡിലെ മൈൻഡിൽ എത്ര റൂബ്രിക് ഉണ്ട്? 529. യെസ്, വെരി ഗുഡ്. 529 റൂബ്രിക്കാണ് കെൻഡിലുള്ളത് കേട്ടോ. നോ ബ്ലാങ്ക് റൂബ്രിക്സ് ബട്ട് 186 ക്രോസ് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. ബ്ലാങ്ക് റൂബ്രിക്സ് ഒന്നുമില്ല, 186 ക്രോസ് റെഫറൻസ് കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് വിത്ത് കൺകോമിറ്റൻസ്. കൺകോമിറ്റൻസ് ഉള്ള എത്ര ചാപ്റ്റർ ഉണ്ട്? എത്ര ചാപ്റ്ററിൽ കൺകോമിറ്റൻസ് പറഞ്ഞിട്ടുണ്ട്? നമ്മളവിടെ റിച്ച് ഇൻ കൺകോമിറ്റൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചാപ്റ്റേഴ്സ് എടുത്തു പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെയല്ല ചോദിച്ചത്. കൺകോമിറ്റൻസ് മൊത്തത്തിൽ പറയുന്ന എത്ര ചാപ്റ്റർ ഉണ്ട്? 22. യെസ്, 22 ആണ് കേട്ടോ. 22 ഇസ് ദ ആൻസർ. ചാപ്റ്റേഴ്സ് വിത്തൗട്ട് സബ് ചാപ്റ്റേഴ്സ്. സബ് ചാപ്റ്റർ ഇല്ലാത്ത ചാപ്റ്റേഴ്സ് ഏതൊക്കെ? സ്റ്റൊമക്കും പ്രോസ്റ്റേറ്റും ആണ്. ഞാനൊരു ഒരു കറക്ഷൻ ഉണ്ട്. ഇതിന്റെ മുമ്പത്തെ സ്ലൈഡിൽ ഇവിടെ സ്റ്റൊമക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു റോങ് ആണ്. പക്ഷെ ഇതൊരു ഇമേജ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ സ്റ്റൊമക്ക് ഇല്ല കേട്ടോ. സ്റ്റൊമക്കിൽ കോൺകോമിറ്റൻസ് കൊടുത്തിട്ടില്ല. ഞാനിപ്പോൾ കൺഫേം ചെയ്തു. ഇപ്പൊ മറിച്ച് നോക്കിയിട്ട് കൺഫേം ചെയ്തേ ഉള്ളൂ. സ്റ്റൊമക്ക് ഇവിടെ ഉണ്ട്, പക്ഷെ അത് ഇല്ല കേട്ടോ. ഇത് നമുക്കൊരു ഇമേജ് ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു സബ് ചാപ്റ്ററും ഇല്ല സ്റ്റൊമക്കിന്. സ്റ്റൊമക്കിനും പ്രോസ്റ്റേറ്റിനുമാണ് ഒരു സബ് ചാപ്റ്റർ പോലും ഇല്ലാതെ. ടൈമോ അഗ്രിവേഷനോ അവിറേഷനോ കൺകോമിറ്റൻസോ ക്രോസ് റെഫറൻസ് ഒന്നും അതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ സബ് ചാപ്റ്റേഴ്സ് ഇല്ലാത്ത 2 ചാപ്റ്റർ ഉള്ളത്, ഒന്ന് സ്റ്റൊമക്കും ഒന്ന് പ്രോസ്റ്റേറ്റും. ഇനി മൈൻഡ് റൂബ്രിക് സ്റ്റാർട്ട് ചെയ്യാം. മൈൻഡ് ഫസ്റ്റ് ചാപ്റ്റർ മൈൻഡ്. 366 റൂബ്രിക് ആണുള്ളത്. നോ ബ്ലാങ്ക് റൂബ്രിക്സ്, 186 ക്രോസ് റെഫറൻസ്. ഓക്കെ, ഇതിൽ ആൽക്കഹോളിക് ഇൻടോക്സിക്കേഷൻ, ഡോഗ്മാറ്റിക്, ഓട്ടോമാറ്റിസം, കെയർ ഫ്രീ, ഓക്വേർഡ്നെസ്. ഇതിൽ ഓക്വേർഡ്നെസ് എന്ന് കൊടുത്തത് മൈൻഡിലാണ്. കെൻഡിൽ എവിടെയാണ് ഓക്വേർഡ്? എക്സ്ട്രിമിറ്റീസിലാണ് കെൻഡിലുള്ളത് കേട്ടോ. ഹൈഡ്രോഫോബിയ, മസിൽസ് ഡു നോട്ട് റെസ്പോണ്ട് ടു വിൽ, ഫോട്ടോമാനിയ. നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ, മൈൻഡിലുണ്ടെന്ന് പറഞ്ഞു. ഫോട്ടോമാനിയ മൈൻഡിലും ഉണ്ട് ഐയിലും ഉണ്ട്. അപ്പോൾ മൈൻഡിലുണ്ടെന്ന് ആലോചിക്കുക കേട്ടോ, പക്ഷെ ഫോട്ടോഫോബിയ എവിടെ മാത്രമേ ഉള്ളൂ? മൈൻഡിലില്ല, അവിടെ മാത്രമേ ഉള്ളൂ. മാനിയാണ് മൈൻഡിലും കൂടി ഉള്ളത് കേട്ടോ. ഡെലീരിയം ട്രമൻസ്, ഹിസ്റ്റീരിയ ഹൈപ്പോകോൺട്രിയാസിസ്, നിംഫോമാനിയ എന്നുള്ളത് മൈൻഡിലാണ്. പൈറോമാനിയക്ക് ഒറ്റ മെഡിസിൻ ഉള്ളൂ. ഏതാണ് ആ മെഡിസിൻ? ഒറ്റ മെഡിസിൻ, ഹെപ്പാർ ആണ് മെഡിസിൻ കേട്ടോ. പൈറോമാനിയ, ഹെപ്പാർ. അഫേസിയ, കൺഫ്യൂസ്ഡ്, ഫ്ലെഗ്മാറ്റിക് എന്നുള്ളത് ഓൺലി കോൺസ്റ്റിറ്റ്യൂഷണൽ റൂബ്രിക് ഫൗണ്ട് ഇൻ മൈൻഡ് ചാപ്റ്റർ. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞൊരു റൂബ്രിക് എസ്സാൻസിയിലുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് 9 കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പേര് പറയുന്നുണ്ട്. പക്ഷെ ഫ്ലെഗ്മാറ്റിക് എന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് മൈൻഡിലാണ് കേട്ടോ. സോംനാബുലിസം. ഇന്നലെ നമ്മൾ സോംനാബുലിസം പഠിച്ചു അല്ലേ? എവിടെയാ പഠിച്ചത്? എവിടെയാ? മൈൻഡിലാണോ? സ്ലീപ്പിലാണ്. റൂബ്രിക് ഏതാണ്? അതായത് സ്ലീപ്പ് എന്ന് പറഞ്ഞ റൂബ്രിക്കിന്റെ താഴെയാണ് സോംനാബുലിസ്റ്റിക് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൂബ്രിക് സ്ലീപ്പ് തന്നെയാണ്. സബ് റൂബ്രിക് ആണ് എന്ത്? സോംനാബുലിസ്റ്റിക്. ഓക്കെ, ഇവിടെ മൈൻഡിലാണ് സോംനാബുലിസം. പിന്നെ ക്ലിയർ ഹെഡഡ്, ഹോം സിക്നസ് കൊടുത്തിട്ടുണ്ട്. സറ്റീരിയാസിസ് നമുക്ക് സെക്ഷൽ ഇമ്പോൾസിലും കാണും. നിംഫോമാനിയ ഇവിടെ തന്നെയുള്ളൂ കേട്ടോ. ടേസ്റ്റ് എവറിത്തിങ് എന്നുള്ളത് മൈൻഡിലാണ്. ക്ലോത്ത് ഹിംസെൽഫ് ഇംപ്രോപ്പർലി, ഹാൻഡ്സ് ക്ലാപ്പിംഗ്, ഇല്യൂഷൻ ഫേസസ് ഗ്രോസ്റ്റസ്, വേർഡ് ഹണ്ടിങ് ഉള്ളത് മൈൻഡിലാണ്. ഗ്രാസ്പ് അറ്റ് അതേഴ്സ്, ഇംബെസിലിറ്റി, മൗത്ത് പുട്ട് തിങ്സ് ടു, കാറ്റലെപ്സി, എക്സ്പ്രഷൻ ഡിഫിക്കൽട്ട്, ലാമെൻറ്റിംഗ്,
മർമറിങ് ഇൻ സ്ലീപ്പ്, നമ്മൾ സ്ലീപ്പാന്ന് വിചാരിക്കും, പക്ഷെ മർമറിങ് ഇൻ സ്ലീപ്പ് വരുന്നത് മൈൻഡിലാണ്. സ്പീച്ച് വരുന്നത് മൈൻഡിലാണ് കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഓക്വേർഡ്നെസ്, ആൽക്കഹോളിക് ഇൻടോക്സിക്കേഷൻ, ഓട്ടോമാറ്റിസം, ഫോട്ടോമാനിയ, ഡെലീരിയം ട്രെമൻസ്, നിംഫോമാനിയ, പൈറോമാനിയ, അഫേസ്യ, ഹോം സിക്നെസ്, ഫ്ലെഗ്മാറ്റിക്, സോംനാബുലിസം, പിന്നെ വേർഡ് ഹണ്ടിങ്ങും ടേസ്റ്റ് എവറിത്തിങ് നമുക്ക് മിസ്പ്ലേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ മൈൻഡിലാണെന്ന് ആലോചിക്കാം. മർമറിങ് ഇൻ സ്ലീപ്പ് മൈൻഡിലാണ് കേട്ടോ, സ്പീച്ചും മൈൻഡിലാണ്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ സെൻസോറിയം എന്നാണ്. സെൻസോറിയം എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട് എന്ന് ആലോചിക്കാം. ഇവിടെ നമുക്കുള്ളത് കൺഫ്യൂഷൻ. നമ്മൾ നേരത്തെ പഠിച്ചു കൺഫ്യൂസ്ഡ്. കൺഫ്യൂസ്ഡ് എവിടെയാണ്? മൈൻഡിലാണ്. മൈൻഡിലൊരു ഡി ഉണ്ട് അല്ലേ, മൈൻഡിലൊരു ഡി ഉണ്ട്, കൺഫ്യൂസ്ഡിൽ ഒരു ഡി ഉണ്ട്. അപ്പൊ കൺഫ്യൂസ്ഡ് ഉള്ളത് മൈൻഡിലാണ്, കൺഫ്യൂഷൻ ഉള്ളത് സെൻസോറിയത്തിലാണ് കേട്ടോ. ആൽക്കഹോളിസം ആസ് ഓഫ്, ഇവിടെ ആൽക്കഹോളിക് ഇൻടോക്സിക്കേഷൻ ആയിരുന്നു, ഇവിടെ ആൽക്കഹോളിസം ആസ് ഓഫ്. പിന്നെ ഗ്ലൂമി മൈൻഡിലും ഉണ്ട്. സ്കൾ ബേസ്റ്റിംഗ് ആസിഫ്, ഫെയിൻറ്റ്നെസ് ഫെയിൻറ്റിങ്, വെർട്ടിജിനസ് എന്ന് പറഞ്ഞിട്ട് ഒരു റൂബ്രിക് സെൻസോറിയത്തിനുണ്ട്. പക്ഷെ വർട്ടേഗോ എന്നുള്ളൊരു ചാപ്റ്ററിന് നമുക്ക് വേറെ സെപ്പറേറ്റ് ഉണ്ട്. ഇപ്പൊ സെൻസോറിയം ഒരു ചാപ്റ്റർ ആണ്, വെർട്ടേഗോ വേറൊരു ചാപ്റ്റർ ആണ്. വെർട്ടേഗോ ഉണ്ട്, ബ്രെയിൻ ഡീപ്പ് ഇൻ ഉണ്ട്, ഫെയിൻറ്റ് ലൈക്ക് ഫെയിൻറ്റ്നെസ്, റീലിംഗ്, സ്റ്റാഗറിംഗ്, ഗിഡി, ഇതൊക്കെ വരുന്നത് വെർട്ടേഗോയിലാണ് കേട്ടോ. വെർട്ടിജിനസ് എന്നുള്ളത് സെൻസോറിയത്തിലാണ് കിട്ടുക, കൺഫ്യൂഷൻ എന്നുള്ളത് സെൻസോറിയത്തിലാണ് കിട്ടുക, പിന്നെ കൺഫ്യൂസ്ഡ് എന്നുള്ളത് മൈൻഡിലാണ്. അത് ആലോചിക്കാം. ഇനി ഹെഡ് ഇന്റേണൽ. ഇപ്പൊ വെർട്ടെക്സ് നമ്മൾ ലൊക്കേഷൻ റൂബ്രിക്സ് കുറെ പറഞ്ഞു അല്ലേ, അതിൽ വെർട്ടെക്സ് എന്ന് എഴുതിയിട്ടുണ്ടാവും, വെർട്ടെക്സിന് വി എന്നുള്ളതാണ് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹാഫ് ഓഫ് വൺ ഉണ്ട്, മൈഗ്രെയിൻ്റെ റൂബ്രിക് ആണ്. മൈഗ്രെയിൻ എന്നുള്ള ഡയറക്റ്റ് റൂബ്രിക്കും ഉണ്ട്, ഹാഫ് ഓഫ് വൺ എന്നുള്ളത് മൈഗ്രെയിൻ നമുക്ക് എടുക്കാം, അതിന്റെ ബ്രാക്കറ്റിലും മൈഗ്രെയിൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈഗ്രെയിൻ ഡയറക്റ്റ് റൂബ്രിക് ഹെഡ് ഇന്റേണൽ ഉണ്ട്, മറക്കരുത്. ബ്രെയിൻ മെനിഞ്ചസ്, ബ്ലോസ്, ഷോക്സ്, ത്രെഡ്സ്, എക്സ്പ്ലോഷൻസ്, കറ്റാറൽ ഹെഡേക്ക്, ക്രോണിക് ഹെഡേക്ക്. അപ്പൊ ഹെഡ് ഇന്റേണലാണ് കറ്റാറൽ ഹെഡേക്കും ക്രോണിക് ഹെഡേക്കും. കൺകഷൻ ഓഫ് ബ്രെയിൻ, കൊറൈസാൽ എന്ന് കൊടുത്തിട്ടുള്ളത് ഹെഡ് ഇന്റേണലാണ്. നമുക്ക് കൊറൈസ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നോസിന്റെ അണ്ടർ വരുന്നുണ്ട്, പക്ഷെ കൊറൈസാൽ എന്ന് പറഞ്ഞിട്ടുള്ളത് റൂബ്രിക് ഉള്ളത് ഹെഡ് ഇന്റേണലാണ്. എഫ്യൂഷൻ ഇൻ ടു ബ്രെയിൻ, ഹൈഡ്രോസെഫാലസ്, ഇൻഫ്ലമേഷൻ മെനിഞ്ചൈറ്റിസ്, ഇൻഫ്ലമേഷൻ എൻസെഫലൈറ്റിസ്, മൈഗ്രെയിൻ, സോഫ്റ്റനിങ് ഓഫ് ബ്രെയിൻ, സൺസ്ട്രോക്ക് ഓൺ അതർ എഫക്ട്സ്, സൺസ്ട്രോക്ക് ആഫ്റ്റർ എഫക്ട്സ്. ഓക്കെ, ഇതിൽ മൈഗ്രെയിൻ മറക്കരുത്, ഹൈഡ്രോസെഫാലസ് മറക്കരുത്, ക്രോണിക് ഹെഡേക്ക്, കറ്റാറൽ ഹെഡേക്ക്, കൊറൈസാല്, പിന്നെ ഇൻഫ്ലമേഷൻ മെനിഞ്ചൈറ്റിസ്, ഇൻഫ്ലമേഷൻ എൻസെഫലൈറ്റിസ്, ഇതൊക്കെ ഉള്ളത് ഹെഡ് ഇന്റേണലാണ് കേട്ടോ. ഇനി ഹെഡ് എക്സ്റ്റേണൽ ആണെങ്കിൽ കൊറോണൽ റീജിയൻ, ഹെയറിംഗ്, ഐബ്രോസ് വരുന്നത് ഹെഡ് എക്സ്റ്റേണൽ ആണ്. സൂച്ചേഴ്സ് വരുന്നത് ഹെഡ് എക്സ്റ്റേണൽ ആണ്. വിസ്കേഴ്സ് വരുന്നത് ഹെഡ് എക്സ്റ്റേണൽ ആണ്. അഡ്ഹറന്റ് സ്കാൽപ്പ് അത് വരുന്നത് ഹെഡ് എക്സ്റ്റേണൽ ആണ്. ബാൽനസ് വരുന്നത് ഹെഡ് എക്സ്റ്റേണൽ ആണ്. ക്രസ്റ്റ്, സ്കർഫ്, ടീനിയ വരുന്നത് ഹെഡ് എക്സ്റ്റേണൽ ആണ്. ഡാൻഡ്രഫ് ഡയറക്റ്റ് റൂബ്രിക് ആണ്, ഹെഡ് എക്സ്റ്റേണൽ ആണ്. എൻലാർജ്ഡ് അതിൽ റിക്കറ്റ്സ് വരാം, ഹൈഡ്രോസെഫാലസ് വരാം. പക്ഷെ നമുക്ക് ഹൈഡ്രോസെഫാലസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റൂബ്രിക് എവിടെയുണ്ട്? ഹെഡ് ഇന്റേണൽ ഉണ്ട്. അപ്പൊ ഇവിടേക്ക് ബാൽനസ്, ഡാൻഡ്രഫ് ഒക്കെയാണ് നമ്മൾ, സൂച്ചേഴ്സ് ഒക്കെയാണ് ഹെഡ് എക്സ്റ്റേണൽ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത്. പിന്നെ ഇറപ്ഷൻസ് ലൈക്ക് ബ്രാനി, ക്രസ്റ്റി, ഫാവസ്, സ്കെയിലി ലാർജ് ആണ് സ്കാൽപ് സോറിയാസിന് എടുക്കുന്ന റൂബ്രിക് ആണ്. ഹെഡ് എക്സ്റ്റേണൽ, ഇറപ്ഷൻ, സ്കെയിലി ലാർജ് ഫോർ സ്കാൽപ് സോറിയാസിസ്. പിന്നെ ഫോണ്ടനൽസ് ഓപ്പൺ, ഹെയർ ഫാളിംഗ് ഔട്ട് ഫ്രം ഹെഡ്, പുൾസ് ഹെർ ഹെയർ ഓഫ് അതേഴ്സ്, വരുന്നത് ഹെഡ് എക്സ്റ്റേണൽ ആണ്. ലൗസിനസ് ഇൻക്ലൈൻഡ് ടു, ഫ്ലിക്ക പൊളോണിക്ക, റിംഗ്ലിംഗ് ഓഫ് ഫോർഹെഡ്, ഇതൊക്കെ വരുന്നത് ഹെഡ് എക്സ്റ്റേണൽ ആണ്. അപ്പോൾ ബാൽനസ്, ഡാൻഡ്രഫ്, ഫോണ്ടനൽസ് ഓപ്പൺ, ഹെയർ ഫാളിംഗ് ഔട്ട് ഫ്രം ഹെഡ്, പുൾസ് ഹെർ ഹെയർ ഓർ അതേഴ്സ്, ലൗസിനസ് ഇൻക്ലൈൻഡ് ടു, ഫ്ലിക്ക പൊളോണിക്ക, റിംഗ്ലിംഗ് ഓഫ് ഫോർഹെഡ്. ഇത്രയും ഇമ്പോർട്ടൻറ്റ് റൂബ്രിക്സ് വരുന്നത് ഹെഡ് എക്സ്റ്റേണൽ ആണ് കേട്ടോ. ഇനി ഐ എന്നുള്ള സെക്ഷൻ വരുമ്പോൾ അതിന് കുറേ സബ്സെക്ഷൻസ് ഉണ്ട്. അതായത് ഐസ്, ഐബ്രോസ്, ഓർബിറ്റ്, ഐലിഡ്സ്, ക്യാൻവേ, വിഷൻ, ഇങ്ങനെ 6 സബ് ചാപ്റ്ററിലാണ് ഐ ഡിഫൈൻ ചെയ്യുന്നത്. ഐസ്, ഐബ്രോസ്, ഓർബിറ്റ്, ഐലിഡ്സ്, ക്യാൻവേ, വിഷൻ.
അതിൽ ഐ എന്നുള്ള ചാപ്റ്ററിൽ നമുക്ക് ആർക്കസ് സെനാലിസ് കിട്ടുന്നത്, ബ്ലെനോറിയ കിട്ടുന്നത്, ബ്ലൂ സ്ക്ലീറോട്ടിക് കിട്ടുന്നത്, ക്രിസ്റ്റലൈൻ ലെൻസ് പെയിൻ ഇൻ ഫിസ്റ്റുല ലാക്രിമാൽ, ഗ്ലോക്കോമ, ഹൈപ്പോപ്പിയാണ്, ഒറ്റ മെഡിസിൻ ഉള്ളൂ, പ്ലംബം, ലുക്ക് ആങ്ഷ്യസ്, ഡിസ്റ്റർബ്ഡ്, വൈൽഡ്, സങ്കൺ, ഹോളോ ഐ. സങ്കൺ ഐ നമുക്ക് എവിടെ കിട്ടിയത്? TPBയിൽ face, ഫേസിലാണ് കേട്ടോ. ഇവിടെ നമുക്ക് എവിടെ കിട്ടുന്നത്? ഐസിലാണ് കിട്ടുന്നത്. സങ്കൺ, ഹോളോ ഐ, ന്യൂറാൾജിയ സീലിയറി, ഫോട്ടോമാനിയ, ഫോട്ടോഫോബിയ, പ്രൊട്രൂഡിങ്, സോറാസ്ക്രോഫുല. സോറാസ്ക്രോഫുല എന്നുള്ളത് ഐയിലാണുള്ളത്. ടെറീജിയം, സ്ട്രബിസ്മസ്, ടിയേഴ്സ്, ട്രിച്ചിയാസിസ് ഇതൊക്കെ ഉള്ളത് ഐയിലാണ്. സ്ട്രബിസ്മസ്, ടെറീജിയം, ഫോട്ടോഫോബിയ, ഫോട്ടോമാനിയ നമുക്ക് വിഷ്വലും കിട്ടും കേട്ടോ. ബ്ലൂ സ്ക്ലീറോട്ടിക്, ബ്ലെനോറിയ, ആർക്കസ് സെനാലിസ്, ഗ്ലോക്കോമ, സങ്കൺ, ഹോളോ ഐ ഒക്കെ ഉള്ളത് ഐയിലാണ് നോക്കുക. ഇനി നെക്സ്റ്റ് സബ് ഡിവിഷൻ ഐലിഡ്സ്. ഐലിഡ്സിലാണ് മീബോമിയൻ ഗ്ലാൻഡ്, ഐ ഗം, പരാലിസിസ്, ഡ്രൂപ്പിംഗ്, ടോസിസ്. ടോസിസ് വരുന്നത് ഐലിഡ്സിലാണ്. ഐലിഡ്സിന്റെ പ്രോബ്ലം ആണല്ലോ ടോസിസ്. അപ്പൊ ഐലിഡ്സ് ആണ് ടോസിസ് വരുന്നത്. സ്പാസം, ക്രാംസ്, ബ്ലിഫറോസ്പാസം, ട്യൂമർ, ടാസൽ, സ്റ്റൈ വരുന്നത് ഐലിഡ്സിലാണ്. ട്രക്കോമ വരുന്നതും ഐലിഡ്സിലാണ്. ഈ കാന്തയില് ഐഗം, ഫിസ്റ്റുല, ലാക്രിമൽ. ഇനി വിഷൻ എന്നുള്ള നെക്സ്റ്റ് സബ് ചാപ്റ്ററിൽ ബ്ലൈൻഡ്നെസ്, അമോറോസിസ്, ഡേ ഹെമറലോപ്പിയ. അപ്പോൾ ഹെമറലോപ്പിയ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് വിഷനിൽ. അതായത് ഡേ ബ്ലൈൻഡ്നെസ്സിനുള്ള ഇതാണ് ഹെമറലോപ്പിയ. ബ്ലൈൻഡ്നെസ്, ഡേ ഹെമറലോപ്പിയ എന്നാണ് വിഷനിൽ കൊടുത്തിട്ടുള്ളത്. കാട്രാക്ട് അല്ലെ, വിഷനിലാണ് കാട്രാക്ട്. കെന്റിൽ എവിടെയാണ് കാട്രാക്ട്? കെന്റിൽ എവിടെയാ കാട്രാക്ട്? ഐയിലാണ് കാട്രാക്ട്. TPBയിൽ എവിടെയാണ് കാട്രാക്ട്? eye lens, ഐ ലെൻസ് ആണ്. അപ്പൊ TPBയിൽ ഐ ലെൻസ് ആണ്, കെന്റിൽ ഐ കാട്രാക്ട് ആണ്. ഇവിടെ വിഷനിലാണ് കാട്രാക്ട്. പിന്നെ ഇല്യൂഷൻ ഓഫ് കളർ, ക്രോമോപ്സിയ, ഇല്യൂഷൻ ഫ്ലൈസ് ആൻഡ് മസ്കൈവോൾറ്റൻസ്, ഇല്യൂഷൻ ലെറ്റേഴ്സ് റണ്ണിങ് ടുഗദർ ഇസ് ഫോർ അസ്റ്റിഗ്മാറ്റിസം. ഓക്കെ. പിന്നെ മയോപ്പിയ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. ഫോട്ടോമാനിയ, ഫോട്ടോഫോബിയ ഐയിലും കിട്ടും, വിഷ്വലിലും കിട്ടുന്നുണ്ട്. പാരാലിസിസ് ഓഫ് ഒപ്റ്റിക് നെർവ്, പ്രസ് ബയോപ്പിയ നമുക്ക് കിട്ടുന്നത് വിഷനിലാണ്. ഇംപ്രഷൻ ആർ റീറ്റെയിൻഡ് ഓൺ റെറ്റിന ടു ലോങ് റീറ്റെയിൻഡ് ഇംപ്രഷൻ ഓൺ റെറ്റിന ഇൻ വിഷൻ ചാപ്റ്റർ. അപ്പൊ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറഞ്ഞ റൂബ്രിക് ഇല്ല, മയോപ്പിയ എന്ന് പറഞ്ഞ റൂബ്രിക് മാത്രമേ ഉള്ളൂ. മയോപ്പിയ ഉണ്ട്, കാട്രാക്ട് ഉണ്ട്, പ്രസ് ബയോപ്പിയ ഉണ്ട് കേട്ടോ, ഹെമറലോപ്പിയയും ഉണ്ട് വിഷനിൽ. ഇനി ഇയേഴ്സിന് രണ്ട് ഡിവിഷനാണുള്ളത്, ഇയേഴ്സും ഹിയറിങ്ങും. അല്ല, ഇയേഴ്സിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ്, ബിഹൈൻഡ് ദി ഇയേഴ്സ് ആൾസോ മാസ്റ്റോയിഡ്, അത്തീറോമ ഇൻ ലോബ്യൂൾ, അതിനൊറ്റ മെഡിസിനേ ഉള്ളൂ, നൈട്രിക് ആസിഡ് ആണ്. ക്യാരീസ് ഓഫ് മാസ്റ്റോയിഡ്, കറ്റാറൽ ഒഡീഷൻസ്, ഡിസ്ചാർജ്, ഇയർ വാക്സ്, ഗ്ലാൻസ്, ഓറിക്കുലാർ പരോട്ടിഡ്. നമ്മൾ പറയാറില്ല പരോട്ടിഡ് ഗ്ലാൻഡ് TPBയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഇയറിലാണ്, കെന്റിൽ മെൻഷൻ ചെയ്തത് ഫേസിലാണ്, BBCRൽ ഇയേഴ്സിലും ഉണ്ട് ഫേസിലും ഉണ്ട്. അപ്പൊ ഇയറിൽ മെൻഷൻ ചെയ്ത പരോട്ടിഡ് ഗ്ലാൻഡിന്റെ റൂബ്രിക് ഇതാണ്, ഗ്ലാൻസ് ഇൻ ബ്രാക്കറ്റ് ഓറിക്കുലാർ പരോട്ടിഡ്. പിന്നെ പെർഫറേഷൻ ഓഫ് ഡ്രം, പോളിപ്പി, സ്റ്റഫ്ഡ് ഫീലിംഗ്, വേംസ് ഇൻ ഇയേഴ്സ്. അതിന്റെ മെഡിസിൻ റൂട്ടയാണ്. അപ്പൊ നെക്സ്റ്റ് സബ് ചാപ്റ്റർ ഹിയറിംഗിലെ ഡെഫ്നെസ്, ഡിഫിക്കൽട്ട് ഫോർ ഹ്യൂമൻ വോയിസ്, ഇല്യൂഷൻ ഓഫ് ബെല്ലോവിംഗ്, ചിർപ്പിംഗ്, നോയ്സസ്, ടിനിറ്റസ്, റീഒക്കോയിങ് ഓഫ് സൗണ്ട്സ് ഇൻ ഇയേഴ്സ്, വാനിഷിംഗ് സഡൻ. ഇതൊക്കെ ഹിയറിംഗിലെ റൂബ്രിക്സ് ആണ് കേട്ടോ. മെയിനായിട്ട് ഇവിടെ നോക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരീസ് ഓഫ് മാസ്റ്റോയിഡ് ഉണ്ട്, പെർഫറേഷൻ ഓഫ് ഡം ഉണ്ട്, വേംസ് ഇൻ ഇയേഴ്സിന് റൂട്ടയാണ് മെഡിസിന്, യൂസ്റ്റേഷ്യൻ ട്യൂബ് ആണ്. പിന്നെ ഗ്ലാൻസ്, ഓറിക്കുലാർ പരോട്ടിഡ്, ഇതാണ് നമ്മുടെ പരോട്ടിഡ് ഗ്ലാൻഡ് ഒരു റൂബ്രിക്. ഓക്കെ. ഇനി നോസിന് നമുക്ക് 3 ഡിവിഷൻസ് ആണ് ഉള്ളത്. അതൊക്കെയാ നോസ്, സ്മെല്ല്, കൊറൈസ. നമ്മള് TPBയിൽ നോസ് ഒരു ചാപ്റ്റർ ആണ്, സ്മെല്ല് ഒരു ചാപ്റ്റർ ആണ് അല്ലെ. ഇവിടെ നോസിന്റെ അണ്ടറിലാണ് നോസ്, സ്മെല്ല്, കൊറൈസ. അതിൽ നോസിൽ വരുന്നത് ബ്ലീഡിങ് എപ്പിസ്റ്റാക്സിസിന് എടുക്കുന്ന റൂബ്രിക് ആണ്. നമ്മൾ TPBയിൽ നോസ് ബ്ലീഡ് എന്ന് പഠിച്ചു അല്ലെ. ഇവിടെ ബ്ലീഡിങ്, ഫാൻ ലൈക്ക് മോഷൻ ഓഫ് വിങ്സ്, നോബി, പോളിപ്പി, ഹൈപ്പർട്രോഫീസ്. ഇവിടെ നോസിന്റെ പോളിപ്പി എവിടെയാണ്?
നോസ് തന്നെയാണ് അല്ലേ? TPBയിൽ നമ്മൾ എവിടെ പോളിപ്പസ് പഠിച്ചത്? SNC. SNCയിലാണ്. ഇവിടെ പോളിപ്പി എന്നുള്ളത് ഹൈപ്പർട്രോഫീസ് എന്നൊക്കെ ഉള്ളത് നോസ് തന്നെയാണ്. സൂട്ടി, സ്ട്രൂമ സ്ക്രോഫുല, നമ്മൾ ഐയിൽ എന്ത് പഠിച്ചു? സോറ സ്ക്രോഫുല പഠിച്ചു. ഇവിടെ സ്ട്രൂമ സ്ക്രോഫുല, യെല്ലോ സാഡിൽ. ഇനി സ്മെല്ല്, ഇല്യൂഷൻ ഓഫ് ബേൺഡ് എംപൈറോമാറ്റിക്, സെൻസ് ഓഫ് ഡൾഡ്, ഹൈപ്പർ സെൻസിറ്റീവ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്മെല്ലാണ് ഉദ്ദേശിച്ചത്. പിന്നെ കൊറൈസയില് കൊറൈസ കറ്റാറ, സ്നീസിങ്, സ്റ്റോപ്ഡ്, ഒബ്സ്ട്രക്റ്റഡ്. ഓക്കെ. കറ്റാറൽ ഹെഡേക്ക് എവിടെയാണ്? കറ്റാറൽ ഹെഡേക്ക് ഹെഡ് ഇന്റേണലാണ്. ഓക്കെ, ഹെഡ് ഇന്റേണലാണ് കറ്റാറ്. ഈ കൊറൈസാൽ എന്ന് പറയുന്നതും ഹെഡ് ഇന്റേണലാണ്. ഇവിടെ കൊറൈസ കറ്റാറ. ഓക്കെ. സ്നീസിങ് കൊടുത്തിട്ടുള്ളത് കൊറൈസയിലാണ്. കൊറൈസയിലാണ് സ്നീസിങ് എന്നുള്ള റൂബ്രിക് ഉള്ളത്. ഇനി നെക്സ്റ്റ് ഫേസിലോട്ട് വരുമ്പോൾ ഫേസിന് 4 ഡിവിഷനാണ് കൊടുത്തിട്ടുള്ളത്. ഫേസ്, ലിപ്സ്, ലോവർ ജോ ആൻഡ് മാക്സിലറി ജോയിൻസ്, ചിന്ന്. ഫേസ്, ലിപ്സ്, ലോവർ ജോ ആൻഡ് മാക്സിലറി ജോയിൻസ്, ചിന്ന്. 4 ഡിവിഷനാണ് ഫേസിനുള്ളത്. അതിൽ ഫേസിൽ ഫസ്റ്റ് വരുന്ന ഇമ്പോർട്ടൻറ്റ് പരോട്ടിഡ് ഗ്ലാൻഡ്. നമ്മൾ ഇയറിൽ ഗ്ലാൻസ് ഓറിക്കുലാർ പരോട്ടിഡ് എന്ന് പഠിച്ചിരുന്നു. നെക്സ്റ്റ് വരുന്നത് ഫേസിൽ പരോട്ടിഡ് ഗ്ലാൻഡ്. പിന്നെ ആക്നെ കൊമേഡോ, ആക്നോ റോസിയേഷ്യ, ആങ്ഷ്യസ് ലുക്ക്, ബൈറ്റ്സ് ചീക്ക്, ബ്ലൂയിഷ് അറൌണ്ട് ഐസ്, സർക്കിൾസ്, കോംപ്ലക്ഷൻ ബ്ലോണ്ട്, ബ്രുണറ്റ്, എർത്തി യെല്ലോ ഗ്രേ മഡി, എക്സോസ്റ്റോസിസ് എക്സ്പ്രഷൻ ഓൾട്ടേർഡ്, ഫ്രക്കിൾസ്, ഹെർപ്പസ് ആൻഡ് ടെറ്റർ, മിൽക്ക് ക്രസ്റ്റ്, നെറ്റിൽ റാഷ്, റെഡ് സർക്കംസ്ക്രൈബ്ഡ് സ്പോട്ട്സ് ഓൺ ചീക്ക്, യെല്ലോ അക്രോസ് നോസ് ആൻഡ് ചീക്ക്. ഇതിൽ മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത് പരോട്ടിഡ് ഗ്ലാൻഡും ബൈറ്റ്സ് ചീക്ക്, കോംപ്ലക്ഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫ്രക്കിൾസ് ബാക്കി ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നമുക്ക് ഓർത്തിരിക്കാവുന്ന പെട്ടെന്ന് കിട്ടും. ബാക്കിയൊക്കെ പരോട്ടിഡ് ഗ്ലാൻഡ് ഫേസിലാണെന്നുള്ളത് ആലോചിക്കും. ബൈറ്റ് ചീക്കും ഫേസിലുള്ളതാണ്. ആങ്ഷ്യസ് ലുക്ക്, സങ്കൺ ഐസ് നമുക്ക് കിട്ടിയത് ഐസ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത ഡിവിഷൻ ലിപ്സ്, ലോവർ ജോ ആൻഡ് ചിന്ന്. അതിൽ ലിപ്സിൽ വരുന്നത് ആസ്ട്രിംജൻ സെൻസേഷൻ, ക്രാക്ക്ഡ് ഫിഷേർഡ് ചോപ്ഡ് എ. ഈ എ എന്താ ഉദ്ദേശിച്ചത്? എ ഒരു ലൊക്കേഷൻ ആണ്. ആംഗിൾ ഓഫ് ലിപ്പ്, ഈ കോർണർ ഓഫ് ലിപ്പിനെയാണ് ഉദ്ദേശിച്ചത് എ. ആംഗിൾ ഓഫ് ലിപ്പ് എന്നുള്ളതാണ് എ ഉദ്ദേശിച്ചത് കേട്ടോ. ക്രാക്ക്ഡ് ഫിഷേർഡ് ചോപ്ഡ് എ. ഇനി ലോവർ ജോ ആൻഡ് മാക്സിലറി ജോയിൻസിൽ ചൂയിങ് മോഷൻസ്, ക്രാമ്പ്, ട്രിസ്മസ്, ലോക്ക് ജോ. അപ്പൊ ട്രിസ്മസ് കാണുന്നത് ലോവർ ജോ ആൻഡ് മാക്സിലറി ജോയിനിലാണ്. ഇവിടെ സബ് മാക്സിലറി ഗ്ലാൻസ് ഉണ്ട്. ഗ്ലാൻസ് വെൽഡ് സബ് മാക്സിലറീസ്. അപ്പൊ സബ് മാക്സിലറി ഗ്ലാൻഡ് ഉള്ളത് ലോവർ ജോ ആൻഡ് മാക്സിലറി ജോയിനിലാണ്. ട്രിസ്മസ് ഉള്ളത് ലോവർ ജോ ആൻഡ് മാക്സിലറി ജോയിനിലാണ്. ചൂയിങ് മോഷൻ ഉള്ളതും ലോവർ ജോ ആൻഡ് മാക്സിലറി ജോയിനിലാണ്. പിന്നെ ചിന്നിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് മെൻഡാഗ്ര. ചിൻ, മെൻഡാഗ്ര. അപ്പൊ ഫേസിൽ പാരോട്ടിഡ് ഗ്ലാൻഡ് പഠിക്കുക. ഫേസിന്റെ അടുത്ത ഡിവിഷൻ ലിപ്സ് ഉണ്ട്. ലോവർ ജോ ആൻഡ് മാക്സിലറി ജോയിനിൽ ട്രിസ്മസും സബ് മാക്സിലറി ഗ്ലാൻഡും ഉണ്ട്. ചിന്നിൽ മെൻഡാഗ്ര ഉണ്ട്. അപ്പൊ 4 ഡിവിഷനാണ് നമുക്ക് ഫേസിനുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് പറഞ്ഞു, കുറച്ചൊരു റിലാക്സേഷൻ മൂഡ് വരട്ടെ. ക്ലയർ പോയിന്റ് നമുക്ക് എവിടെ കിട്ടും? മൈൻഡ്. മൈൻഡ്. ബൈറ്റ് സ്പൂണ്, മൈൻഡ്. മൈൻഡ്. ബൈറ്റ്സ് ചീക്ക്, ഫേസ്. ഫേസ്. ഫേസ് 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 പഠിച്ചില്ലേ? ബൈറ്റ്സ് ചീക്ക്. ഓക്കെ. ബൈറ്റ് സ്പൂണ് മൈൻഡ് ആണ്. ബൈറ്റ്സ് ചീക്ക് ആണെങ്കിൽ ഫേസ് ആണ്. ക്രാങ്കിനെസ് മൈൻഡ് കേട്ടോ. മർഡർ മൈൻഡ്. മൈൻഡ്. പെർപ്ലെക്സിറ്റി മൈൻഡ് ആണ്. സ്കെപ്റ്റിക്കൽ മൈൻഡ്. സൂയിസിഡൽ, സൂയിസിഡൽ എന്ന റൂബ്രിക്കിൽ ഹാങ്ങിങ് ബൈ, സ്ട്രാംഗ്ലിംഗ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട്, സ്റ്റാർവിംഗ് ബൈ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സൂയിസിഡൽ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും ഓരോ മെഡിസിൻസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൾക്കി ഉള്ളത് മൈൻഡിലാണ്. തിങ്സ് ലുക്ക് ബ്യൂട്ടിഫുൾ, തിങ്സ് ലുക്ക് ബ്യൂട്ടിഫുൾ എന്നുള്ളതിന് മൈൻഡിലാണ്. ഇതിന്റെ റൂബ്രിക് ഏതാന്ന് പറയും? തിങ്സ് ലുക്ക് ബ്യൂട്ടിഫുൾ. തിങ്സ് വരുമോ, ലുക്ക് വരുമോ, ബ്യൂട്ടിഫുൾ വരുമോ? ഏതായാലും വരുമോ? തിങ്സ് ലുക്ക് ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ തിങ്സ് ലുക്ക്. അതെ, മൈൻഡിൽ ബ്യൂട്ടിഫുൾ ആണ് തിങ്സ് ലുക്ക് കേട്ടോ. ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ റൂബ്രിക്.
ഇനി ലേറ്റ് സ്പീക്കിംഗ് എവിടെ വരാം? ലേറ്റ് സ്പീക്കിംഗ് മൈൻഡിലാണ്. ലേറ്റ് വാക്കിംഗ് മൈൻഡിലുണ്ട്, എക്സ്ട്രിമിറ്റീസിലുണ്ട്. സോറി, ലോവർ എക്സ്ട്രിമിറ്റീസിലുണ്ട് കേട്ടോ. നമുക്കിവിടെ എക്സ്ട്രിമിറ്റീസ് എന്നുള്ള സിംഗിൾ ചാപ്റ്റർ അല്ല, അപ്പർ എക്സ്ട്രിമിറ്റീസ് ആൻഡ് ലോവർ എക്സ്ട്രിമിറ്റീസ് സെപ്പറേറ്റ് ആണ്. പിന്നെ ഡേ ഡ്രീംസ്, റെവറീസ് അല്ലേ, റെവറീസ്, ഡേ ഡ്രീംസ്. മെൻഡാഗ്ര എവിടെ കിട്ടുക? ചിൻ മെൻഡാഗ്ര. പരോട്ടിഡ് ഗ്ലാൻഡ് രണ്ട് സ്ഥലത്ത് കിട്ടും. ഒന്ന് ഇയർ, ഗ്ലാൻസ് ഓറിക്കുലാർ പരോട്ടിഡ്. ഒന്ന് ഫേസിൽ പരോട്ടിഡ്. റിസസ് സാർഡോണിക്കസ് എവിടെ കിട്ടും? ഫേസിൽ കിട്ടും കേട്ടോ. സപ്ലിക്കേഷൻ മൈൻഡിലാണ്, സൾഡറി മൈൻഡിലാണ്. അപ്പോൾ മൈൻഡ് ഹോമിസിഡൽ മർഡർ, മർഡറിന് ഡയറക്റ്റ് കൊടുത്തിട്ടില്ല, മൈൻഡ് ഹോമിസിഡലിലാണ് മർഡർ കൊടുത്തിട്ടുള്ളത് കേട്ടോ. മർഡർ ഹോമിസിഡൽ എന്നാണ് റൂബ്രിക്ക, അതിലാണ് മർഡർ കൊടുത്തിട്ടുള്ളത്. മൈൻഡ് ലേണിംഗ് ടു സ്പീക്ക് ലേറ്റ് ഉണ്ട്, ലേണിംഗ് ടു സ്പീക്ക് ലേറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ വാക്കാണെങ്കിൽ മൈൻഡിലും ലേറ്റ് വാക്കിംഗ് ഉണ്ട്, എക്സ്ട്രിമിറ്റീസിലും ലേറ്റ് വാക്കിംഗ് ഉണ്ട്. മൈൻഡിൽ കൊടുത്ത റൂബ്രിക്ക് വാക്കാണ്, വാക്ക് ലേൺ ടു സ്ലോലി. എക്സ്ട്രിമിറ്റീസിൽ കൊടുത്തത് വാക്കിംഗ് എന്നാണ്, ലേണിംഗ് സ്ലോ ഇൻ. വാക്കിംഗ്, ലേണിംഗ്, സ്ലോ ഇൻ. കെൻഡിൽ എവിടെയാണ് ലേറ്റ് സ്പീക്കിങ്ങും ലേറ്റ് വാക്കിങ്ങും കിട്ടും? ലേറ്റ് സ്പീക്കിംഗ് എവിടെ കിട്ടും? കെൻഡ് മൈൻഡിലാണ് ലേറ്റ് സ്പീക്കിംഗ് കിട്ടുക. ലേറ്റ് വാക്കിംഗ് കിട്ടുന്നത് എക്സ്ട്രിമിറ്റീസിലാണ് കേട്ടോ. അപ്പൊ കെൻഡ് ഒന്ന് മൈൻഡിലും ഒന്ന് എക്സ്ട്രിമിറ്റീസിലുമാണ്. ഇവിടെ നമുക്ക് രണ്ടും മൈൻഡിൽ കിട്ടുന്നുണ്ട്, ലോവർ എക്സ്ട്രിമിറ്റീസിലും കൂടെ നമുക്ക് ലേറ്റ് വാക്കിംഗ് കിട്ടുന്നുണ്ട്. പക്ഷെ റൂബ്രിക്ക് സ്പെസിഫൈ ചെയ്തിട്ട് വാക്ക് ലേൺ ടു സ്ലോലി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മൈൻഡിൽ തന്നെ എഴുതണം. ലേണിംഗ് സ്ലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് എക്സ്ട്രിമിറ്റീസ് തന്നെ എഴുതണം. അപ്പൊ അങ്ങനെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. അപ്പൊ നമ്മളോട് ഒരാൾ ഡയറക്റ്റ് ചോദിക്കുന്നത് എവിടേക്ക് കിട്ടും എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ടും എഴുതാം. പക്ഷെ ഈ വാക്ക് ലേൺ ടു സ്ലോലി തന്നെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ അത് മൈൻഡിലെ റൂബ്രിക്കാണ് കേട്ടോ. മറ്റേ വാക്കിംഗ്, ലേണിംഗ്, സ്ലോ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ടീത്തില് ടീത്തും ഉണ്ട്, ഗംസും ഉണ്ട്. ടീത്ത്, ഐ ടീത്ത് ഇ, ബൈക്കസ്പിഡ് ആൻഡ് മോളാസ് ജെ, ബൈറ്റ് ടുഗദർ ഇമ്പൾസ് ടു, ഡീകേയിങ്, ഡെന്റീഷൻ സ്ലോ ഡിഫിക്കൽട്ട്. അടുത്ത മൈൽ സ്റ്റോൺ ഡെന്റീഷൻ സ്ലോ ഡിഫിക്കൽട്ട്. ഡേർട്ടി കളർ എന്നുള്ളത് ടീത്തിലാണ്. ജാംഡ്, ക്രൗഡഡ്. സോഡ്സ് ഉള്ളത് ടീത്തിലാണ്. വാബിങ് ഉള്ളതും ടീത്തിലാണ്. ഈ ഗംസിൽ ഫിസ്റ്റുല ഉണ്ട്, സ്കോർബ്യൂട്ടിക് സ്കർവിക്ക് പറയാം. സപ്പറേഷൻ, പയോറിയ, അബ്സസ് ഗംസിലാണുള്ളത് കേട്ടോ. ഇനി മൗത്തിന്റെ ഡിവിഷൻ ഏതൊക്കെയാ? മൗത്ത്, പാലറ്റ്, ത്രോട്ട് ആൻഡ് ഗള്ളറ്റ്, സലൈവ, ടങ്. അങ്ങനെ 5 ഡിവിഷനാണ് മൗത്തിനുള്ളത്. മൗത്ത്, പാലറ്റ്, ത്രോട്ട് ആൻഡ് ഗള്ളറ്റ്, സലൈവ, ടങ്. അപ്പൊ മൗത്തിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് റൂബിക്സ് ഉള്ളത്? മൗത്തില് ഗ്ലാൻഡ്, സലൈവറി കൊടുത്തിട്ടുണ്ട്, അഫ്തെ കൊടുത്തിട്ടുണ്ട്, ബൈറ്റ് ഇൻസൈഡ് ഓഫ് ദി ചീക്ക്. അപ്പോൾ ഒന്ന് ബൈറ്റ് ചീക്ക് നമ്മൾ ഫേസിൽ പഠിച്ചു, വേറൊരു റൂബിക്കും കൂടെ ഉണ്ട്, ബൈറ്റ് ഇൻസൈഡ് ഓഫ് ദി ചീക്ക് ഉണ്ട് കേട്ടോ. മൗത്തിലുണ്ട് സെയിം റൂബിക്ക്. നോമ ഉള്ളത് മൗത്തിലാണ്. കെൻഡിൽ എവിടെ നോമ കിട്ടും? ജനറാലിറ്റീസിൽ ക്യാൻസറസ് അഫെക്ഷനിലാണ് നോമ കെൻഡിൽ കിട്ടുക. ഇവിടെ നമുക്ക് മൗത്തിലാണ് നോമ കിട്ടുക കേട്ടോ. പിന്നെ ഓപ്പൺ ഹാങ്ങിങ്, പാരാലിസിസ് ഓഫ് ഓർഗൻസ് ഓഫ് സ്പീച്ച്, സ്പിറ്റിംഗ് കോൺസ്റ്റന്റ്, സ്റ്റൊമറ്റൈറ്റിസ് എന്ന് പറഞ്ഞ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട് മൗത്തിൽ കേട്ടോ. ഇനി പാലറ്റിൽ ഉവുള കൊടുത്തിട്ടുള്ളത് പാലറ്റിലാണ്. അഡ്ഹേഴ്സ് ടു ടോൺസിൽ, ഉവുല, ഡ്രിപ്സ്, വാട്ടർ, ഉവുല. ഇപ്പൊ ഉവുലന്റെ എല്ലാം നേച്ചറും കൊടുത്തിട്ടുള്ളത് പാലറ്റിലാണ്. പിന്നെ ത്രോട്ട് ആൻഡ് ഗള്ളറ്റ് എന്നുള്ള വലിയൊരു ചാപ്റ്റർ ഉണ്ട്, അതിൽ ഈസോഫാഗസിന്റെ എല്ലാ ഇതും കൊടുത്തിട്ടുള്ളത് ത്രോട്ട് ആൻഡ് ഗള്ളറ്റിലാണ്. എസ്പെഷ്യലി ആബ്സസ് ഓഫ് ടോൺസിൽ, ചോക്കിംഗ്, സ്ട്രാംഗ്ലിംഗ്, ക്രൂപ്പ് മെംബ്രേനിസ്. ഡിഫ്തീരിയ ഉള്ളത് ത്രോട്ട് ആൻഡ് ഗള്ളറ്റിലാണ്. ഗ്ലോബസ് ഉള്ളത് ത്രോട്ട് ആൻഡ് ഗള്ളറ്റിലാണ്. ഇൻഫ്ലെയിംഡ് ടോൺസിൽസിൻ്റെത് പറയുന്നത് ത്രോട്ട് ആൻഡ് ഗള്ളറ്റിലാണ്. പാരാലിസിസ് ഓഫ് ഡിഗ്ലൂട്ടിഷൻ, swallowing, regurgitation through nose. ഇതൊക്കെ ഉള്ളത് ത്രോട്ട് ആൻഡ് ഗള്ളറ്റിൽ, അതായത് ജേർഡിനൊക്കെ എടുക്കുന്ന റൂബ്രിക്കാണ് swallowing, regurgitation through nose. പിന്നെ ടോൺസിൽസ് ഉള്ളത് ത്രോട്ട് ആൻഡ് ഗള്ളറ്റിലാണ്. നമ്മൾ TPBയിൽ ടോൺസിൽസ് എവിടെയായിരുന്നു?
Throttle. ത്രോട്ടിലായിരുന്നു കേട്ടോ. അതെ അതെ, ത്രോട്ട് എന്നുള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് റൂബ്രിക് ടോൺസിൽസ് മാത്രമേ ഉള്ളൂ. പിന്നെ സലൈവ ഉണ്ട്, സലൈവന്റെ നേച്ചർ, സലൈവ ചേഞ്ച്, സലൈവേഷൻ എന്ന് പറഞ്ഞാൽ സലൈവന്റെ നേച്ചറാണ് കൊടുത്തിട്ടുള്ളത് സലൈവ എന്നുള്ള ചാപ്റ്ററിൽ. പിന്നെ ടങ് ഉണ്ട്, ടങ്ങിൽ അഫ്തെ കാങ്കർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇമാസിയേഷൻ ടങ്, മ്യൂരിക്കാറ്റിക് ആസിഡ്, ഹെയർ ഓൺ അസോഫെ, ലോളിങ്, ലോളിങ്ങും ഒപ്റ്റ്യൂഷൻ റാനുല ഒക്കെ ഉള്ളത് ടങ്ങിലാണ് കേട്ടോ. ഒപ്റ്റ്യൂഷൻ റാനുല ഒക്കെ ഉള്ളത് ടങ്ങിലാണ് കേട്ടോ. അപ്പം മൗത്തിൽ നോമ, ഓപ്പൺ ഹാങ്ങിങ്, പാലറ്റിൽ ഊലന്റെ നേച്ചറൊക്കെ പറഞ്ഞിട്ടുണ്ട്. ത്രോട്ട് ആൻഡ് ഗളറ്റിൽ ഈസോഫാഗസ് ഉണ്ട്, ഡിഫ്തീരിയ ഉണ്ട്, ഗ്ലോബസ് ഉണ്ട്, ടോൺസിൽ ഉണ്ട്. പിന്നെ ടങ്ങില് ലോളിങ്, ഒബ്സ്ട്യൂഷൻ, റാനുല, റാനുല ഉള്ളത് ടങ്ങിലാണ് കേട്ടോ. ഇനി കുറച്ച് നമ്മൾ വേർഡ്സ് ജസ്റ്റ് ഒരു ചെറിയ ചെറിയ ഇതിലൊക്കെ ആയിട്ട് ഡിഫറൻസ് ഉള്ള 2-3 റൂബ്രിക് അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ഡ്രോബാക്ക് ആണ്. കൺഫ്യൂഷൻ എന്ന് നമുക്ക് പറഞ്ഞു സെൻസോറിയത്തിലാണ്. കൺഫ്യൂസ്ഡ് ഒരു ഡി ഉണ്ട്, വിട്ടുപോയതാണ്. കൺഫ്യൂസ്ഡ് മൈൻഡിലാണ്. വുമൺ എന്നുള്ളത് അഗ്രവേഷനിലുണ്ട്. സെയിം ഇത് ഫീമെയിൽ എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. രണ്ടും ഒന്നാണ്. എന്തുകൊണ്ട് അങ്ങനെ 2 റൂബ്രിക് കൊടുത്തെന്ന് അറിയില്ല. വിമൻ എന്നുള്ളത് അഗ്രവേഷനിലാണ്, ഫീമെയിൽ എന്നുള്ളതും അഗ്രവേഷനിലാണ്. ഫെയിൻറ്റ്നെസ് റൈസിങ് ഓൺ എന്നുള്ളത് സെൻസോറിയത്തിലുണ്ട്. ഫെയിൻറ്റ്നെസ് ഓൺ റൈസിങ് എന്നുള്ളത് സെൻസേഷൻ ആൻഡ് കംപ്ലൈൻസ് ഇൻ ജേർണലിസ്റ്റിലാണ് കൊടുത്തിട്ടുള്ളത്. രണ്ടും ഏകദേശം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട വേർഡിങ്സ് ആണ്. ഫെയിൻറ്റ്നെസ് റൈസിങ് ഓൺ സെൻസോറിയം, ഫെയിൻറ്റ്നെസ് ഓൺ റൈസിങ് എസ് ആൻഡ് സി. പക്ഷേ ഇതിൽ ദോ ദ ഗ്രൂപ്പ്സ് ഓഫ് മെഡിസിൻസ് ആർ നോട്ട് മച്ച് ഡിഫറെൻറ്റ് ഇൻ ദ ഫസ്റ്റ് വൺ, അതായത് ഫെയിൻറ്റ്നെസ് റൈസിങ് ഓൺ സെൻസോറിയത്തിൽ ഇമ്പോർട്ടൻറ്റ് മെഡിസിൻസ് ലൈക്ക് കോക്കുലസ് ഇസ് മിസ്സിങ്. അപ്പോൾ സെൻസോറിയത്തിൽ കോക്കുലസ് എന്നുള്ള മെഡിസിന് ഈ ഫെയിൻറ്റ്നെസ് റൈസിങ് ഓൺ എന്നുള്ള മിസ്സിങ് ആണ്. ഇതിൽ കോക്കുലസ് ഉണ്ട്, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കൺഫ്യൂഷൻ സെൻസോറിയത്തിൽ കൺഫ്യൂസ്ഡ് മൈൻഡിലാണ്, വിമനും ഫീമെയിലും അഗ്രവേഷനിലാണ്. ഫെയിൻറ്റ്നെസ് റൈസിങ് ഓൺ ആണെങ്കിൽ സെൻസോറിയാണ്, ഓൺ റൈസിങ് ആണെങ്കിൽ സെൻസേഷൻ കംപ്ലൈൻസ് ഇൻ ജനറൽ. ഇനി മിസ്പ്ലേസിംഗ് ഓഫ് rubrics, several rubrics are not given at proper places, thus creating difficulty in finding out them. Many rubrics have single or few medicines. കുറച്ച് സിംഗിൾ മെഡിസിൻസ് ഉള്ള എസാൻസിയുള്ള കുറച്ച് സിംഗിൾ മെഡിസിൻ ഉള്ള റൂബ്രിക് ആണ്. ആൽജിഡിറ്റി അത് എസാൻസിലുള്ള റൂബ്രിക് ആണ്, അതിന് ചമമിലയാണ് മെഡിസിന്. ബിറ്റർ, ബിറ്റർ എന്നുള്ള റൂബ്രിക് ഉണ്ട്, അതിൽ ബുഫോ ആണ് മെഡിസിൻ. കോൾഡ് ടെൻഡൻസി ടു ടേക്ക് എസാൻസിലുള്ള റൂബ്രിക് ആണ്, ബെൻസോയിക് ആസിഡ് ആണ് മെഡിസിൻ. ക്രെറ്റിനിസം സിംഗിൾ മെഡിസിൻ ആണ്, കൽക്കേരിയ ഫോസ്. ഇനി മൈൻഡിലുള്ള കുറച്ച് സിംഗിൾ മെഡിസിൻസ് മിസ്ചീവിയസ്നെസ് ആസാൽബ്, എക്സ്ട്രാവാഗൻസ് വെല്ല്, ഫെറോസിറ്റി ഓപ്പിയം, പേഷ്യൻസ് മാഗ്മ്യൂർ. Though these rubrics are quite useful and meaningful, but these cannot be used in the purpose of repertorization. Rather, they often confuse and misguide the practitioners. നമുക്ക് സിംഗിൾ റെമഡി റൂബ്രിക്സ് പൊതുവെ നമ്മൾ റെപ്പർട്ടറൈസേഷൻ യൂസ് ചെയ്യാറില്ല, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. Though this repertory is the latest one, it does not represent many of the medicines. Rubrics do not contain larger group of medicine. Thus, many medicines are missing under the appropriate rubrics. For example, മിസ്ചീവിയസ്നെസ്സിന് ആസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. സെന്റിമെന്റൽസിൽ നാട്രമുറി ഇല്ല. പിന്നെ ഈവൻ സം ഇൻഫർമേഷൻ വിച്ച് ഈസ് അവൈലബിൾ ഇൻ സിനോപ്റ്റിക് കീ ഈസ് നോട്ട് ഫൗണ്ട് ഇൻ ദ റെപ്പർട്ടറി. ഫോർ എക്സാമ്പിൾ, ഡ്രീംസ് ഓഫ് സ്നേക്കിൽ ലാക്ടസിസ് ഇതിൽ കൊടുത്തിട്ടില്ല, പക്ഷേ സിനോപ്റ്റിക് കീയിൽ ലാക്ടസിസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രീംസ് ഓഫ് സ്നേക്ക് BBCRലാണ് ലാക്ടസിസ് കൊടുക്കാത്തത്, സിനോപ്റ്റിക് കീയിൽ ഡ്രീംസ് ഓഫ് സ്നേക്ക് ലാക്ടസിസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി I discovered that Boger's, Bonninger's and characteristics and repertory is a real goldmine for all kind of symptoms. അതായത് BBCR ഒരു റിയൽ ഗോൾഡ് മൈൻ ആണ് എന്ന് ആരാണ് പറഞ്ഞത്? ആരെ കോട്ടിംഗ് ആണത്? I discovered that Boger's, Bonninger's and characteristics and repertory is a real gold mine for all kind of symptoms. അത് ഡാരിയോ സ്പിനേഡി ആരാണ്? ഫോർവേഡ് ടു കംപ്ലീറ്റ് റെപ്പർട്ടറി. കംപ്ലീറ്റ് റെപ്പർട്ടറിക്ക് ഫോർവേഡ് എഴുതിയതാണ് ഡാരിയോ സ്പിനേഡി. ഡോക്ടർ ഡാരിയോ സ്പിനേഡി ഹു റോട്ട് ഫോർവേഡ് ടു കംപ്ലീറ്റ് റെപ്പർട്ടറി. അവരാണ് ഇത് പറഞ്ഞത്. ഐ ഡിസ്കവേർഡ് ദാറ്റ് ബോഗേഴ്സ്, ബോണിങ്ങേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് റെപ്പർട്ടറി ഇസ് എ റിയൽ ഗോൾഡ് മൈൻ ഫോർ ഓൾ കൈൻഡ് ഓഫ് സിംറ്റംസ്. ഓക്കെ, ഡാരിയോ സ്പിനേഡി. ഇനി നമ്മളിപ്പോൾ കുറച്ച് മുമ്പേ ഉള്ള സൈഡ് പഠിപ്പിച്ച കുറച്ച് മെഡിസിൻസ് ആണ്, നമുക്കത് ഓർമ്മയുണ്ടോ നോക്കാം. കോൾഡ് ടെൻഡൻസി ടു ടേക്ക് ഏതായിരുന്നു മെഡിസിൻ? സിംഗിൾ റെമഡി. അത് എസാൻസിയിലെ റൂബ്രിക് ആണ്, സിംഗിൾ റെമഡി, കോൾഡ് ടെൻഡൻസി ടു ടേക്ക്. Am I audible?
Yes, doctor. Okay. Cold tendency to take. Okay. Benzoic acid. എന്താണ്? Benzoic acid. Cretinism. Cretinism ഏതാണ്? Calcareous phos. Yes. Calcareous ആണ് cretinism. Ferocity. Ferocity ഏതാണ്? Ferocity. Simple remedy. Opium. Ferocity, opium. Irritation tasting like apples. Agaricus ആണ് കേട്ടോ. Irritation tasting like apples. Agaricus. Extravagance. Extravagance ഏതാണ്? Belladonna. Extravagance. Belladonna. Okay. Mischievousness. Arsenic. Arsenic മാത്രമേ കൊടുത്തിട്ടുള്ളൂ. Sponge like a stool. Sponge like a stool. Colchicum ആണ് കേട്ടോ. Colchicum. Sponge like a stool. What on tongue? Lycopodium. Yes, lycopodium ആണ്. What on tongue? It's lycopodium. ഇനി ഇവാലുവേഷൻ ഓഫ് ബോഗർ കേട്ടോ. ബോഗറിന്റെ MMSOP നമ്മൾ കേസ് റെക്കോർഡൊക്കെ എഴുതുമ്പോൾ നമ്മൾ ഇവാലുവേഷൻ എഴുതുമ്പോൾ MMSOP എന്ന് പറഞ്ഞിട്ട് എഴുതും. M എന്ന് പറഞ്ഞ മൊഡാലിറ്റീസ് ആണ്. അതിൽ കോസറ്റീവ് മൊഡാലിറ്റീസിനാണ് പ്രൈം ഇമ്പോർട്ടൻസ്. പിന്നെ മൈൻഡ് ഉണ്ട്. പിന്നെ സീസൺസ്, അതായത് സബ്ജക്റ്റീവ് സിംറ്റംസ്, പിന്നെ ഒബ്ജക്റ്റീവ് സിംറ്റംസ്, പിന്നെ പാർട്ട് എഫക്റ്റ് ഓർഗൺ ആണ് ഓർഗൻ, പിന്നെ റൈറ്റ് ലെഫ്റ്റ്. ജസ്റ്റ് മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പോൾ വരാവേ. ഹലോ, ഓക്കെ അല്ലേ? തുടങ്ങാം. ഹലോ, ഓക്കെ ഡോക്ടറെ പറഞ്ഞോളൂ. ഇവാലുവേഷൻ ഓഫ് ബോഗർ ഇത് കൊടുത്തിട്ടുള്ളത് സിനോപ്റ്റിക്കിയിലാണ് കേട്ടോ. അല്ലെ മൊഡാലിറ്റീസിൽ കോസേഷൻ, ടൈം, ടെമ്പറേച്ചർ, വെതർ, ഓപ്പൺ എയർ, പോസ്ചർ, മോഷൻ, ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, സ്ലീപ്പ്, ഇഫ് അലോൺ, പ്രഷർ, അങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ മൊഡാലിറ്റീസിൽ കൊടുക്കാം. പിന്നെ ഇറിറ്റബിലിറ്റി, സാഡ്നസ്, ഫിയർ, പ്ലാസിഡിറ്റി, ഇപ്പൊ ഇതൊക്കെ പറയാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ വേർഡിങ്സ് തന്നെ നമുക്ക് അതുപോലെ ചോദിക്കാം. മൈൻഡിലുള്ളതാണ് ഇറിറ്റബിലിറ്റി, സാഡ്നസ്, ഫിയർ, പ്ലാസിഡിറ്റി എന്ന് പറയുന്നത്. പിന്നെ സെൻസേഷനിൽ ബേണിംഗ്, ക്രാമിംഗ്, കട്ടിംഗ് ആണ്. കട്ടിംഗ്, ബേസ്റ്റിംഗ്, സോർനസ്, ത്രോബിംഗ്, തേഴ്സ്റ്റ്. പിന്നെ ഒബ്ജക്റ്റീവ് ആസ്പെക്ട് ഡെമോണർ. റെസ്റ്റ്ലെസ്നെസ് കൊടുത്തിട്ടുള്ളത് ഒബ്ജക്റ്റീവ് ആസ്പെക്റ്റിലാണ്. നെർവസ്, എക്സൈറ്റബിലിറ്റി, ഫേഷ്യൽ എക്സ്പ്രഷൻ, ടോപ്പ്, സെക്രീഷൻസ്, കളർ, ഓർഡർ ഒക്കെ കൊടുത്തിട്ടുള്ളത് ഒബ്ജക്റ്റീവാണ്. റെസ്റ്റ്ലെസ്നെസ് ഉള്ളത് മൈൻഡിൽ കൊടുത്തിട്ടില്ല. ഇറിറ്റബിലിറ്റിയാണ് മൈൻഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പാർട്സ് എഫക്റ്റുള്ള ഓർഗൻസ്, റൈറ്റ്, ലെഫ്റ്റ്. ഓക്കെ. Rubric aversion for dry food is found in which chapter of BBCR? Aversion for dry food. അതിനാ ഉദ്ദേശിക്കുന്നത് aversion എന്നുള്ള പോയിന്റ് ആണ്. aversion എന്നുള്ളത് ഏത് BBCRന്റെ ഏത് ചാപ്റ്ററിലുള്ളത്? aversion. ഡിസയേഴ്സ് ആൻഡ് അവേർഷൻ. യെസ്, അപ്പറ്റൈറ്റിലാണുള്ളത്. ഡിസയേഴ്സ് ആൻഡ് അവേർഷൻ ഒക്കെ ഉള്ളത് അപ്പറ്റൈറ്റിലാണ്. അപ്പൊ നെക്സ്റ്റ് മൂവ് ഓൺ ടു അപ്പറ്റൈറ്റ് ചാപ്റ്റർ. അതിൽ അവേർഷൻ ഉണ്ട്, ഡിസയർ ഉണ്ട്, ഗ്ലട്ടണി, നിബ്ലിംഗ്, സാറ്റൈറ്റി, ഹങ്കർ, റിപ്പഗ്നസ് ടു ഡ്രിങ്ക്, പുഡിംഗ്, cereal starches, condiments, piquant appetizing things, food won't go down, hunger. ഇതൊക്കെയുള്ളത്
അപ്പറ്റൈറ്റ് ചാപ്റ്ററിലാണ് കേട്ടോ. അപ്പോൾ അതിൽ ഡിസയേഴ്സ് ആൻഡ് അവേർഷൻസ് മറന്നു പോകരുത്. ബാക്കിയൊക്കെ നമുക്ക് അപ്പറ്റൈറ്റിലാണെന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ. പിന്നെ അത് അപ്പറ്റൈറ്റ് എന്നുള്ളൊരു സെപ്പറേറ്റ് ഒരു ചാപ്റ്ററിന് ഒരു നെയിം ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കണം. ഇനി നെക്സ്റ്റ് തേഴ്സ്റ്റ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. തേഴ്സ്റ്റ് ഡ്രിങ്ക് വിത്ത് അവേർഷൻ ടു, തേഴ്സ്റ്റ് ഇൻസാറ്റിയബിൾ, തേഴ്സ്ലെസ്നെസ്, കുറച്ച് റൂബ്രിക്സ് ഒക്കെ അതിലുണ്ട്. ഇമ്പോർട്ടൻ്റ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ടേസ്റ്റിൽ ബേൺഡ്, ഇൻസിപ്പിഡ്, ലോസ്റ്റ്, അസ്ട്രിഞ്ചൻറ്റ്, റാൻസിഡ്, ഗുഡ് ഓഫ് ടുബാക്കോ, മെറ്റാലിക്, പല പല ടേസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ഇറക്ടേഷൻ. ഇറക്ടേഷൻ ഒരു ചാപ്റ്റർ ആണ്. വാട്ടർ ബാഷ് ആൻഡ് ഹാർട്ട് ബേൺ ഒരു ചാപ്റ്റർ ആണ്. ഹിക്കപ്പ് ഒരു ചാപ്റ്റർ ആണ്. ഇറക്ടേഷനിൽ എംറ്റി, എഗ് ലൈക്ക് ബാഡ് ഓർ സൾഫുറേറ്റഡ് ഹൈഡ്രജൻ, സൾഫുറേറ്റഡ് ഹൈഡ്രജൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുള്ളത് ഇറക്ടേഷനിലാണ്. ഇറക്ടേഷൻ എഗ് ലൈക്ക് ബാഡ് ഓർ സൾഫുറേറ്റഡ് ഹൈഡ്രജൻ. ഇൻജസ്റ്റ ടേസ്റ്റിംഗ് ഓഫ്, ഹിക്കഫിങ്, ഇവിടെ ഹിക്കഫിൻ എന്ന് കൊടുത്തിട്ടുള്ളത് ഇറക്ടേഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഹിക്കപ്പ് എന്നുള്ളത് വേറെ സെപ്പറേറ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. പിന്നെ വാട്ടർ ബ്രഷ് ആൻഡ് ഹാർട്ട് ബേണിൽ ഹാർട്ട് ബേൺ, റീഗർജിറ്റേഷൻ, റൈസിങ് ഇൻ തോട്ട്, ഗൾപ്പിംഗ് അപ്പ്, വാട്ടർ കളക്ടിങ് ഇൻ മൗത്ത്. വാട്ടർ കളക്ടിങ് മൗത്ത് എന്നാണ് വാട്ടർ ബ്രഷ്, വാട്ടർ കളക്ടിങ് ഇൻ മൗത്ത്. പിന്നെ ഹിക്കപ്പ് എന്നുള്ളത് വേറെ സെപ്പറേറ്റ് ചാപ്റ്റർ ആണ്. TPBയിൽ ഹിക്കപ്പ് നമുക്ക് കിട്ടുന്നത് ഇറക്ടേഷനിലാണ് കേട്ടോ. ഇവിടെ ഹിക്കപ്പ് ഒരു സെപ്പറേറ്റ് ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് നോസിയ ആൻഡ് വൊമിറ്റിംഗ്, അതിൽ ലോത്തിങ് ഉണ്ട്, റച്ചിങ് ആൻഡ് ഗാഗിങ് ഉണ്ട്, സ്ക്വീമിഷ്നെസ് ഉണ്ട്, വൊമിറ്റിംഗ്, സഡൻ പ്രൊജക്റ്റൈൽ. പ്രൊജക്റ്റൈൽ വൊമിറ്റിംഗിൽ വൊമിറ്റിംഗ് സഡൻ പ്രൊജക്റ്റൈൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. നോസിയ ആൻഡ് വൊമിറ്റിംഗ്. നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റൊമക്ക്. സ്റ്റൊമക്ക് ഒരു ചാപ്റ്റർ ആണ്. എപ്പിഗാസ്ട്രിയം, ഹൈപ്പോകോൺട്രിയ കേട്ടോ. സ്റ്റൊമക്കിൽ ബിലിയസ് അപ്സെറ്റ്, കാർഡിയാൾജിയ. കാർഡിയാൾജിയ കൊടുത്തിട്ടുള്ളത് സ്റ്റൊമക്കിലാണ്. ഡൈജഷൻ ഇംപീഡഡ്, എംറ്റി, ഹോളോ എക്സെട്ര. ഫെർമെന്റേഷൻ, ഗ്യാസ്ട്രാൾജിയ. അപ്പൊ കാർഡിയാൾജിയ, ഗ്യാസ്ട്രാൾജിയ. ഇൻഫ്ലെയിംഡ്, അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ്, അതായത് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് തന്നെ ടേം കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റൊമക്ക് ഇൻഫ്ലെയിംഡ് അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ്. പിന്നെ അൾസേഴ്സ് ഉണ്ട്, വീക്ക്, റിലാക്സ്ഡ്, ഫ്ലാബി, ടോസിസ് എക്സെട്ര. അപ്പോൾ സ്റ്റൊമക്കിൽ കാർഡിയാൾജിയ, ഗ്യാസ്ട്രാൾജിയ, അക്യൂട്ട് ഗ്യാസ്ട്രൈറ്റിസ്, ഫെർമെന്റേഷൻ ഒക്കെ ആലോചിക്കുക. എപ്പിഗ്യാസ്ട്രിയത്തിൽ ആങ്സൈറ്റിയും ഇമോഷൻ ഫെൽറ്റ് ദെയർ, ഓൾഗോൺ സെൻസേഷൻ ഒക്കെയാണ് എപ്പിഗ്യാസ്ട്രിയത്തിൽ പറയുന്നത്. പിന്നെ ഹൈപ്പോകോൺട്രിയ. ഹൈപ്പോകോൺട്രിയയിലാണ് ഇമ്പോർട്ടൻറ്റ് ഓർഗൻസ്, ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഉള്ളതൊക്കെ നമ്മുടെ അബ്ഡോമിൻ ഓർഗൻസ് ഒക്കെ ഉള്ളത് ഹൈപ്പോകോൺട്രിയയിലാണ്. അതായത് ലിവറിന് എൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ലൊക്കേഷൻ ഷോർട്ട് ഫോംസ് ആണ്. ലിവർ എൽ, സ്പ്ലീന് എസ്. പിന്നെ ഗോൾ ബ്ലാഡർ, പാൻക്രിയാസ്, ഡയഫ്രം ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഡയഫ്രം കൊടുത്തിട്ടുള്ളത് ഹൈപ്പോകോൺട്രിയയിലാണ് കേട്ടോ. പിന്നെ ഇപ്പൊ സിറോസിസ് എൽ എന്ന് പറയുമ്പോൾ എൽ ഫോർ ലിവർ, അപ്പൊ ലിവർ സിറോസിസ്. ഫാറ്റി എൽ എന്നാ കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഫാറ്റി ഡിജനറേഷൻ ഓഫ് ദ ലിവർ, ഫാറ്റി ലിവർ. പിന്നെ ഗോൾ സ്റ്റോൺസ് ആൻഡ് കോളിക് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഗോൾ സ്റ്റോൺസ് ആൻഡ് കോളിക് എന്ന് കൊടുത്തിട്ടുള്ളത് ഹൈപ്പോകോൺട്രിയലാണ്. പിന്നെ ഇൻഫ്ലമേഷൻ ലിവർ എൽ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹെപ്പറ്റൈറ്റിസ്. ഇൻഫ്ലമേഷൻ എസ് എന്ന് കൊടുക്കുന്നത് സ്പ്ലീനിക് ഇൻഫ്ലമേഷൻ. ഇപ്പോൾ സ്വെല്ലിംഗ് ആണെങ്കിൽ സ്വെല്ലിംഗ് എൽ എന്ന് പറഞ്ഞെങ്കിൽ ഹെപ്പറ്റോമെഗാലി, സ്വെല്ലിംഗ് എസ് ആണെങ്കിൽ സ്പ്ലീനോമെഗാലി. അപ്പൊ അങ്ങനെ ഒരു അതിന്റെ ലൊക്കേഷന് ഒരു ഷോർട്ട് ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. എൽ ഫോർ ലിവർ ആൻഡ് എസ് ഫോർ സ്പ്ലീന്. ഇപ്പൊ സിറോസിസ് എന്നുള്ള റൂബ്രിക് ഉണ്ട്, ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്, ഗാൽസ്റ്റോൺ ആൻഡ് കോളിക് എന്നുള്ള റൂബ്രിക് ഉണ്ട്. അതൊക്കെ കാണുന്നത് ഹൈപ്പോകോൺട്രിയയിലാണ്, ഹൈപ്പോകോൺട്രിയ. ഇനി അബ്ഡമൻ. അബ്ഡമനിലെ നാവിക്കുലാർ റീജിയൻ, ഇലിയോസീക്കൽ റീജിയൻ, ഇൻഗ്വൈനൽ റിങ്സ്, ഇന്റേണൽ ഇൻഗ്വൈനൽ റിങ്സ് കാണുന്നത് അബ്ഡോമനിലാണ്. മിസെൻട്രി എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. പെരിട്ടോണിയം എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. അസൈറ്റിസ് കാണുന്നത് അബ്ഡോമനിലാണ്. ഡ്രോപ്സി എവിടെയൊക്കെയാണ്? ഡ്രോപ്സി എസാൻസിയിലാണ് ഡ്രോപ്സി ഉള്ളത്. അസൈറ്റിസ് കാണുന്നത് അബ്ഡോമനിലാണ്. കോളിക്, കമ്മോഷൻ ഇൻ ഡിസെൻട്രിക് ബെല്ലി ഏക്ക്, എൻലാർജ്ഡ് പോർട്ട് ബെല്ലി, കോർപ്പുലൻ, ഹെമറേജ് ഇൻറ്റസ്റ്റിനൽ ഹെമറേജ്, ലെഡ് കോളിക്, ലേബർ ലൈക്ക് പെയിന്, ലാർജ് ചൈൽഡ് ബർത്ത് ഫ്രം ഫാറ്റ് അക്യുമുലേഷൻ, matrons and old women in abdomen, menses would appear as if neuralgia, tuberculosis of. അപ്പോൾ ട്യൂബർക്ലോസിസ് പല പല സ്ഥലത്തുണ്ട്. ഒന്ന് അബ്ഡമനിലാണ്, അബ്ഡമൻ ട്യൂബർക്ലോസിസ് ഓഫ്. ടിംബനൈറ്റിസ് ഉള്ളത് അബ്ഡമനിലാണ്, വോൾവുലസും അബ്ഡമനിലാണ്. അപ്പോൾ ഇൻഗ്വൈനൽ റിങ്സ് ഇന്റേണൽ, അസൈറ്റിസ്, ഹെമറേജ് ഇൻറ്റസ്റ്റിനൽ, മെൻസസ് വുഡ് അപ്പിയർ ആസ് ഇഫ്, ട്യൂബർക്ലോസിസ് ഓഫ്, ടിംബനൈറ്റിസ്, വോൾവുലസ്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി എക്സ്റ്റേണൽ അബ്ഡമനിൽ
അബ്ഡമൻ, ലീനിയ ആൽബ, എക്കൈമോസിസ് അല്ലാതെ ഫോസ്ഫറസ് കൊടുത്തിട്ടുണ്ട്, സിംഗിൾ റെമഡിയാണ്. ഹെർണിയ അംബിലിക്കൽ ഹെർണിയ കൊടുത്തിട്ടുള്ളത് എക്സ്റ്റേണൽ അബ്ഡമനിലാണ്. ഹെർണിയ എവിടെയാണ് ടി പി ബിയിൽ കൊടുത്തിട്ടുള്ളത്? ടി പി ബി ഹെർണിയ ഇന്റേണൽ അബ്ഡമൻ. ഇവിടെ അംബിലിക്കൽ ഹെർണിയാണ് എക്സ്റ്റേണൽ അബ്ഡമനിൽ കൊടുത്തിട്ടുള്ളത്. അംബിലിക്കൽ ഹെർണിയ ഇൻ എക്സ്റ്റേണൽ അബ്ഡമൻ. ജോണ്ടിസ് കൊടുത്തിട്ടുണ്ട് അബ്ഡമനിൽ, അത് ഫോസ്ഫറസ് മാത്രം, സിംഗിൾ മെഡിസിൻ ആണ്. ജോണ്ടിസ് എക്സ്റ്റേണൽ അബ്ഡമൻ. ഇനി നമുക്ക് വേറൊരു ചാപ്റ്റർ ഉണ്ട്, ഇൻഗ്വൈനൽ ആൻഡ് പ്യൂബിക് റീജിയൻ. ഇൻഗ്വൈനൽ ആൻഡ് പ്യൂബിക് റീജിയൻ. അതിൽ ഇൻഗ്വൈനൽ റിങ്സ് എക്സ്റ്റേണൽ, നമ്മൾ ഇൻഗ്വൈനൽ റിങ്സ് ഇന്റേണൽ എവിടെ പഠിച്ചത്? അബ്ഡമൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചു. ഇൻഗ്വൈനൽ റിങ്സ് എക്സ്റ്റേണൽ കാണുന്നത് ഇൻഗ്വൈനൽ ആൻഡ് പ്യൂബിക് റീജിയനിലാണ്. ഇതിൽ ബ്യൂബോസ് ആൻഡ് അബ്സസ്, ബ്യൂബോസ് കാണുന്നത് ഇൻഗ്വൈനൽ ആൻഡ് പ്യൂബിക് റീജിയനിലാണ്. ഗ്ലാൻസ് ഇൻഗ്വൈനൽ ഗ്ലാൻസ് കാണുന്നത് പ്യൂബിക് റീജിയനിലാണ്. ഹെർണിയയിൽ അംബിലിക്കൽ മാത്രമാണ് നമ്മൾ എക്സ്റ്റേണൽ അബ്ഡമന് പറഞ്ഞത്. ബാക്കി രണ്ട് ഹെർണിയും, ഇൻഗ്വൈനൽ ഹെർണിയും ഫിമോറൽ ഹെർണിയും കാണുന്നത് ഇൻഗ്വൈനൽ ആൻഡ് പ്യൂബിക് റീജിയനിലാണ്. ന്യൂമറ്റോസിൽ ക്യാപ്സിക്കമാണ് മെഡിസിൻ. പിന്നെ മോണസ് പ്യൂബിസ് എന്നുള്ള റൂബ്രിക് ഉണ്ട്, അത് ഇൻഗ്വൈനൽ ആൻഡ് പ്യൂബിക് റീജിയൻ. മോണസ് പ്യൂബിസ് റൂബ്രിക് അല്ല, ഒരു സെക്ഷൻ ആണ്. മോണസ് പ്യൂബിസ് ഇൻ അണ്ടർ ഇൻഗ്വൈനൽ ആൻഡ് പ്യൂബിക് റീജിയൻ. അപ്പോൾ ഇതിൽ എക്സ്റ്റേണൽ അബ്ഡമനിൽ അംബിലിക്കൽ ഹെർണിയ ഉണ്ട്, ജോണ്ടിസ് ഉണ്ട്. ഇന്റേണൽ അബ്ഡമനിൽ ഹെർണിയ ഇൻഗ്വൈനൽ, ഹെർണിയ ഫിമോറൽ, ഇൻഗ്വൈനൽ ഗ്ലാൻസ്, ഇൻഗ്വൈനൽ റിങ്സ് എക്സ്റ്റേണൽ ആൻഡ് ബ്യൂബോസ്. ന്യൂമറ്റോസിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം. പിന്നെ മോണസ് പ്യൂബിസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉള്ളത് ഇൻഗ്വൈനൽ ആൻഡ് പ്യൂബിക് റീജിയന്റെ അണ്ടറിൽ ചാപ്റ്റർ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഫ്ലാറ്റുലൻസ്. ഫ്ലാറ്റസ് ഫുഡ് ആസ് ഫുഡ് സീം ടു ടേൺ ഇൻ ടു ഗ്യാസ്. പ്ലംബമാണ് മെഡിസിൻ. ഫ്ലാറ്റസ് എന്നാണ് റൂബ്രിക് കേട്ടോ. ഫ്ലാറ്റുലൻസ് എന്നുള്ളത് ചാപ്റ്റർ ആണെന്ന് ആലോചിക്കുക. ഇനി സ്റ്റൂളില് കോൺസ്റ്റിപ്പേഷൻ, ഡയേറിയ, ഡിസെൻട്രി, ലയൻട്രി, പാപ്പസെന്റ്, സ്ലിപ്പിംഗ് ബാക്ക് അഗെയിൻ, വേംസ് കാണുന്നത് സ്റ്റൂളിലാണ്. ലംബ്രിക്കോയിഡ്സ് ഉണ്ട്, പിൻവേംസ് ഉണ്ട്, ടേപ്പ് വേംസ് ഉണ്ട്. അപ്പൊ വേംസ് എല്ലാം കാണുന്നത് സ്റ്റൂളിലാണ്. അതിൽ ലംബ്രിക്കോയിഡ്സ്, പിൻവേംസ്, ടേപ്പ് വേംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടി പി ബിയിലും നമുക്ക് വേംസ് കിട്ടുന്നത് സ്റ്റൂളിലാണ് കേട്ടോ. ഇനി ആനസ് ആൻഡ് റെക്ട് എന്നുള്ളത് ചാപ്റ്ററിൽ ഫിഷറും ഫിസ്റ്റുല, ഹെമറോയിഡ്സ്. ഇവിടെ ഹെമറോയിഡ്സ് കിട്ടുന്നത് ആനസ് ആൻഡ് റെക്ടമാണ്. ടി പി ബിയിൽ ഹെമറോയിഡ്സ് നമുക്ക് കിട്ടുന്നത് സ്റ്റൂള് തന്നെയാണ്. ഇവിടെ ഹെമറോയിഡ്സ് ഉള്ളത് ആനസ് ആൻഡ് റെക്ടം. പാരാലിസിസ്, വീക്ക്, സ്വിങ്ചർ. പിന്നെ പെരിനിയം എന്നുള്ളത് സെപ്പറേറ്റ് ചാപ്റ്റർ ആണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സെപ്പറേറ്റ് ചാപ്റ്റർ ആണ്. അതിൽ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എൻലാർജ്ഡ്, സ്വെൽഡ് ഉണ്ട്. BPH, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പോട്രോഫി. ഇനി യൂറിനില് യൂറിൻ സെഡിമെന്റ് മിക്ചൂറിഷൻ. അതിൽ യൂറിന്റെ നേച്ചർ അസിറ്റോണൂറിയ, ആൽബുമിനസ്, ഇൻകോണ്ടിനൻസ് ഓഫ് സക്കാറിൻ. യൂറിൻ സക്കാറിൻ ആണ് നമ്മൾ എന്തിനെടുക്കുന്ന റൂബ്രിക്? യൂറിൻ സക്കാറിൻ, അതായത് ഡയബറ്റീസിന് എടുക്കുന്ന റൂബ്രിക് ആണ് യൂറിൻ സക്കാറിൻ. ഓക്കെ. ഫോസ്ഫറ്റൂറിയ ഉണ്ട്, ഓക്കെ, ഉള്ളത് യൂറിനിലാണ്. ഈ സെഡിമെന്റ് എന്നുള്ള സെക്ഷനിലാണ് എന്തുള്ളത്? നമ്മുടെ റീനൽ കാൽക്കുലേക്കുള്ള റൂബ്രിക് ഉള്ളത്. സിലിണ്ട്രിക്കൽ കാസ്റ്റ്, സാൻഡി ഗ്രാവലി എന്നുള്ളത് നമ്മൾ കാൽക്കുലേക്ക് എടുക്കുന്ന റൂബ്രിക് ആണ് കേട്ടോ. ഈ മിക്ടൂറിഷനിൽ യൂറിനേഷൻ, ഇൻവോളണ്ടറി നൈറ്റ് ഇൻ ബെഡ് വെറ്റിങ്ങിനുള്ള റൂബ്രിക് ആണ്. യൂറിനറി റിറ്റൻഷൻ, ഇഷ്യൂറിയ, യൂറിനേഷൻ, സ്ട്രാങ്കുറി. അപ്പൊ ബെഡ് വെറ്റിങ്ങിനുള്ള റൂബ്രിക് മിക്ടൂറിഷൻ, യൂറിനേഷൻ, ഇൻവോളണ്ടറി നൈറ്റ് ഇൻ ബെഡ്. മിക്ടൂറിഷൻ എന്നുള്ള സെക്ഷൻ തന്നെയായിരുന്നു ടി പി ബിയിലും ഇൻവോളണ്ടറി നൈറ്റ് ഉള്ളത് കേട്ടോ. മിക്ടൂറിഷൻ യൂറിന്റെ അണ്ടർ ചാപ്റ്റർ ആണ് മിക്ടൂറിഷൻ. ഇനി യൂറിനറി ഓർഗൻസ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ഉള്ളത്. കിഡ്നി ഉണ്ട്, യുറീറ്റർ ഉണ്ട്, ബ്ലാഡർ ഉണ്ട്, യുറീത്ര ഉണ്ട്, മിയാറ്റസ് ഉണ്ട്. കിഡ്നി, യുറീറ്റസ്, ബ്ലാഡർ, യുറീത്ര, മിയാറ്റസ്. ഇതൊരു അനാറ്റമിക്കൽ ഓർഡറിലാണ് പോകുന്നത്. ഫസ്റ്റ് കിഡ്നി, പിന്നെ യുറീറ്റർ വരും, പിന്നെ ബ്ലാഡർ വരും, പിന്നെ യുറീത്ര വരും, പിന്നെ മിയാറ്റസ് വരും. അപ്പൊ ഇതൊരു അനാറ്റമിക്കൽ ഓർഡർ ആണ്. പക്ഷെ കെന്റിൽ നമുക്ക് യൂറിനറി ഓർഗൻസ് 5 സെക്ഷൻ ഉണ്ട് അല്ലെ. അത് ഏത് ഓർഡറിലാണ് വരുന്നത്? ആൽഫബറ്റിക്കൽ. അതെ, അത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് വരുന്നത് കേട്ടോ. ഇത് അനാറ്റമിക്കൽ ഓർഡറിലാണ്. കിഡ്നി, യുറീറ്റേഴ്സ്, ബ്ലാഡർ, യുറീത്ര, മിയാറ്റസ്. അതിൽ കിഡ്നീസിൽ വരുന്ന റൂബ്രിക് കാൽക്കുലൈ, കോളിക്, റീനൽ കാൽക്കുല, റീനൽ കോളിക്, ഗ്രാവൽ സ്റ്റോൺസ് വേറെ തന്നെ റൂബ്രിക് ഉണ്ട്. ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ട്, പ്രോസ്റ്റേറ്റ് എൻലാർജ് ഉണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉള്ളത് അതിലുണ്ട് എൻലാർജ്, സ്വെൽഡ്. കിഡ്നീസിലും പ്രോസ്റ്റേറ്റ് എൻലാർജ് എന്ന റൂബ്രിക് ഉണ്ട്. റീനൽ കോളിക് എന്ന് സെപ്പറേറ്റ് വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. റീനൽ കോളിക്, സപ്പുറേഷൻ ഓഫ് പൈലൈറ്റിസ് എന്നുള്ള റൂബ്രിക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ കിഡ്നിയിൽ റീനൽ കാൽക്കുല ഉണ്ട്, റീനൽ കോളിക് ഉണ്ട്, ഹൈഡ്രോനെഫ്രോസിസ് ഉണ്ട്, ഗ്രാവൽ സ്റ്റോൺ എന്ന് പറഞ്ഞ റൂബ്രിക്കുകളൊക്കെ ഉണ്ട്.
യുറീറ്റേഴ്സിൽ കട്ടിങ് ഡ്രോയിങ് എന്നുള്ള പെയിൻ്റെ നേച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ബ്ലാഡറിൽ ബ്ലാഡർ ഇൻഫ്ലമേഷൻ പോളിപ്പി സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ബ്ലാഡർ സ്റ്റോൺ. യുറീത്രയിൽ ഡിസ്ചാർജ് ഗൊണോറിയ കാര്യങ്ങളൊക്കെ ഉള്ളത് യുറീത്രയിലാണ്. ഡിസ്ചാർജ് ഗൊണോറിയൽ ഇൻഡ്യൂറേഷൻ ആഫ്റ്റർ ഗൊണോറിയ, ഇൻഫ്ലമേഷൻ, പ്രോസ്റ്റാറ്റിക് ഫ്ലൂയിഡ് എസ്കേപ്പ് ഓഫ് സ്റ്റിങ്ചർ ആഫ്റ്റർ ഗൊണോറിയ റിലേറ്റഡ് ഇതൊക്കെ വരുന്നത് യുറീത്രയിലാണെന്ന് ആലോചിക്കുക. പിന്നെ മിയാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനും കൂടെ ഉണ്ട്. യൂറിനറി ഓർഗൻസ്, കിഡ്നി, യുറീറ്റേഴ്സ്, ബ്ലാഡർ, യുറീത്ര ആൻഡ് മിയാറ്റസ്. ഇനി ജെനിറ്റാലിയയിൽ മെയിൽ ഓർഗൻസ് പെനിസ്, ഗ്ലാൻസ്, പ്രപ്യൂസ്, സ്പെർമാറ്റിക് ടെസ്റ്റിസ്, സ്ക്രോട്ടം, ഫീമെയിൽ ഓർഗൻസ്. ഇത്രയാണ് ജെനിറ്റാലിയ ഉള്ളത്. മെയിൽ ഓർഗൻസും ഉണ്ട്, ഫീമെയിൽ ഓർഗൻസും ഉണ്ട്. മെയിൽ ഓർഗൻസിന് ഇത്രയും സെപ്പറേറ്റ് ചെയ്ത് ഓരോ പാർട്സും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ അതിൽ മെയിൽ ഓർഗൻസിലാണെങ്കിൽ ഗ്ലീറ്റ്, ഗൊണോറിയ, സിഫിലിസ്. നമ്മൾ ഗൊണോറിയ യുറിത്രയിൽ ഉണ്ടെന്ന് പറഞ്ഞു, ഇവിടെ ഗൊണോറിയ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് റൂബിക്ക് കൊടുത്തിട്ടുണ്ട് മെയിൽ ഓർഗൻസിൽ. പെനിസിലാണ് കോഡി. കോഡി ഉള്ളത് പെനിസിലാണ്. എവിടെയാ കെൻഡിൽ എവിടെയാ കോഡി കിട്ടുക? യുറീത്രയിലാണ് കോഡി കിട്ടുക കേട്ടോ, യുറീത്ര കോഡി. ഇവിടെ പെനിസിലാണ് കിട്ടുന്നത് കോഡി. ഗ്ലാൻസിൽ ഷാങ്കർ ഉണ്ട്, പ്രപ്യൂസിൽ ഫൈമോസിസ് ഉണ്ട്, പ്രപ്യൂസിൽ ഫൈമോസിസ്. പിന്നെ സ്പെർമാറ്റിക് കോഡ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ട്. ടെസ്റ്റിസിൽ ഇൻഫ്ലമേഷൻ മംസ് ആഫ്റ്റർ. പിന്നെ സ്ക്രോട്ടം എക്സിമ ഓഫ് തൈസ് ബിറ്റ്വീൻ. പിന്നെ ഹൈഡ്രോസിലൊക്കെ വരുന്നുണ്ട് സ്ക്രോട്ടത്തിൽ. ഇമ്പോർട്ടൻറ്റ് റൂബിക്സ് മാത്രമേ എടുത്ത് എഴുതിയിട്ടുള്ളൂ, ചെറിയ ചെറിയ വേറെയുള്ള റൂബിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൊണോറിയ എന്നുള്ള ഒരു ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തിട്ട് റൂബ്രിക് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് മെയിൽ ഓർഗൻസിലാണ്. ഗൊണോറിയ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് യുറീത്രയിലാണ്. പെനിസിലാണ് കോഡി വരുന്നത്. ഗ്ലാൻസിൽ ഷാങ്കർ ഉണ്ട്. ഫൈമോസിസ് വരുന്നത് പ്രപ്യൂസിലാണ് ഫൈമോസിസ്. പിന്നെ ടെസ്റ്റിസ് മംസ് ആഫ്റ്റർ ഇൻഫ്ലമേഷൻ ടെസ്റ്റിസിൽ. പിന്നെ ഹൈഡ്രോസിൽ സ്ക്രോട്ടത്തിൽ കേട്ടോ. ഇനി ഫീമെയിൽ ഓർഗൻസിലാണ് വരുന്നത് അബോട്ടസ്, ബാർനസ്, സ്റ്റെറിലിറ്റി, ക്യാൻസർ പറഞ്ഞാൽ ക്യാൻസർ യൂട്രസ്, ചൈൽഡ് ബെഡ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. അതിൽ ഹെയർ ഫാളിങ്, മിൽക്ക് ആബ്സെന്റ്, മിൽക്ക് ഫീവർ, ഫ്ലെഗ്മേഷ്യ ഡോളൻസ് ഒന്ന് ഫീമെയിൽ ഓർഗൻസിൽ പറയുന്നുണ്ട്, ഒന്ന് ലോവർ എക്സ്ട്രിമിറ്റീസിൽ പറയുന്നുണ്ട് കേട്ടോ. ഫ്ലെഗ്മേഷ്യ ഡോളൻസ്, പ്യൂപ്പറൽ ഫീവർ, സ്പാസംസ്, എക്ലാംസിയ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫീമെയിൽ ഓർഗൻസിൽ ചൈൽഡ് ബെഡ് എന്നുള്ള റൂബ്രിക് ഉണ്ടെന്ന് ആലോചിക്കാം. പിന്നെ സിസ്റ്റ്, എൻലാർജ്ഡ് നമ്മൾ യൂട്രൈൻ ഹൈപ്പർട്രോഫി. പിന്നെ എസ്കോറിയേഷൻ, തൈസ് ബിറ്റ്വീൻ, അത് ഫീമെയിൽ ഓർഗൻസിലുണ്ട്. ഇൻഫ്ലമേഷൻ, മെട്രൈറ്റിസ്, വൾവ, ലേബർ എഫക്ട്സ് ഓഫ് കൺവൾഷൻസ്, എക്സാംസിയ എന്ന് കൊടുത്തിട്ടുണ്ട്. മയോമ എന്ന് കൊടുത്തിട്ടുള്ളത് BBCRൽ മാത്രമാണ് മയോമ. കെൻഡിലൊന്നും മയോമ എന്ന് കൊടുത്തിട്ടില്ല, BBCRൽ മയോമ എന്ന് കൊടുത്തിട്ടുണ്ട്. ന്യൂറാൾജിയ, ഓവറാൾജിയ, പ്ലാസന്റ അഡ്ഹറന്റ് റീറ്റെയിൻഡ്. പ്രഗ്നൻസി എന്നുള്ള റൂബ്രിക്ക് നമുക്ക് TPBയിൽ അഗ്രവേഷനിലായിരുന്നു. ഫീമെയിൽ ഓർഗൻസിലാണ് BBCRലുള്ളത് പ്രഗ്നൻസി. അതിൽ ഫേസ്, ക്ലോയാസ്മ, നോസിയ ആൻഡ് വൊമിറ്റിംഗ്, വേരിക്കോസ് വെയിൻസ്, പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഏകദേശം അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊലാപ്സസ്, യൂട്രസ് ഇൻവല്യൂഷൻ ഡിസ്റ്റർബൻസ് ഓഫ് സ്മോൾ ഇൻഫൻറ്റൈൽ. അപ്പോൾ അബോട്ടസ് ഉണ്ട്, ബാർനസ്, സ്റ്റെറിലിറ്റി ഉണ്ട്, ചൈൽഡ് ബെഡ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്, മയോമ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്, പ്രഗ്നൻസി എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്, സ്മോൾ ഇൻഫൻറ്റൈൽ എന്നുള്ളത് ഫീമെയിൽ ഓർഗൻസ് എന്ന് പറയുന്ന റൂബ്രിക് ആണ്, സ്മോൾ ഇൻഫൻറ്റൈൽ. ഇനി സെക്ഷൽ ഇമ്പൾസ് എന്നുള്ള ചാപ്റ്റർ ഉണ്ട്. അതിൽ ബാർനസ് ഓഫ് വുമൺ, ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? ബാർനസ്, സ്റ്റെറിലിറ്റി എന്നാണ്. ഇവിടെ നമുക്ക് ബാർനസ് ഓഫ് വുമൺ എന്നുള്ളതാണ് സെക്ഷൽ ഇമ്പൾസിലുള്ളത് കേട്ടോ. പിന്നെ കൺസെപ്ഷൻ ഈസി എന്ന് കൊടുത്തിട്ടുള്ളത് സെക്ഷൽ ഇമ്പൾസിലാണ്. ഇറക്ഷൻ, വാണ്ടിങ്, ഇംപൊട്ടൻസി ആൻഡ് വീക്കെൻഡ് പവർ ഉള്ളത് സെക്ഷൽ ഇമ്പൾസിലാണ്. ഒനാനിസം, മാസ്റ്റർബേഷൻ ഉള്ളത് സെക്ഷൽ ഇമ്പൾസിലാണ്. പ്രയാപ്പിസ് ഉള്ളത് സെക്ഷൽ ഇമ്പൾസിലാണ്. പ്രോസ്റ്റേറ്റിക് ഫ്ലൂയിഡ് ലോസ് ഓഫ്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് എന്നുള്ളൊരു ചാപ്റ്റർ ഉണ്ടെങ്കിൽ പോലും പ്രോസ്റ്റേറ്റിക് ഫ്ലൂയിഡ് ലോസ് ഓഫ് എന്നുള്ളത് സെക്ഷൽ ഇമ്പൾസിലാണ്. സെറ്റേരിയാസിസ് നമ്മൾ മൈൻഡിൽ പഠിച്ചു സെറ്റേരിയാസ്, അതുപോലെ തന്നെ സെക്ഷൽ ഇമ്പൾസിലും സെറ്റേരിയാസിസ് ഉണ്ട്. പക്ഷെ നിംഫോമാനിയ എന്നുള്ളത് മൈൻഡിൽ മാത്രമേ ഉള്ളൂ. നിംഫോമാനിയ മൈൻഡ് ഓൺലി. ഇവിടെ സെറ്റേരിയാസിസ് മൈൻഡിലും ഉണ്ട്, സെക്ഷൽ ഇമ്പൾസിലും ഉണ്ട്. പിന്നെ സെമൻ എന്നുള്ള റൂബ്രിക് ഉണ്ട്, ആബ്സെന്റ്, കോയിഷൻ ഡ്യൂറിങ്, ഇമിഷൻ Q2, പ്രിമച്വർ ഇജാക്കുലേഷൻ ഉള്ള റൂബ്രിക് ആണ് എമിഷൻ Q2. അപ്പോൾ സെക്ഷൽ ഇമ്പൾസിലാണ് ബാർനസ് ഓഫ് വുമണും, കൺസെപ്ഷൻ ഈസിയും, ഇംപൊട്ടൻസി ആൻഡ് വീക്കെൻഡ് പവർ, പ്രോസ്റ്റേറ്റിക് ഫ്ലൂയിഡ് ലോസ് ഓഫ്, സെറ്റേരിയാസും ഒക്കെ പറയുന്നത് കേട്ടോ. ഇനി മെൻസ്ട്രേഷൻ എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്, മെൻസസ് ആബ്സെന്റ്, അമിനോറിയ, പ്രിമച്വർ ഇൻ അഡോളസൻസ്,
മെൻസസ് സ്റ്റാഡി അറ്റ് പ്യൂബർട്ടി എന്ന് പറഞ്ഞിട്ട് കുറേ മെൻസസിന്റെ റിലേറ്റഡ് ആയിട്ട് റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. ലൂക്കോറിയ എന്നത് സബ് ചാപ്റ്റർ ആണ് അണ്ടർ മെൻസ്ട്രേഷൻ. മെൻസ്ട്രേഷന്റെ ഒരു സബ് ചാപ്റ്റർ ആണ് ലൂക്കോറിയ. ലൂക്കോറിയ ചിൽഡ്രൻ ഇൻ, ലൂക്കോറിയ മിൽക്കി, ലൂക്കോറിയ സ്റ്റിഫനിങ് ലിനൻ, ലൂക്കോറിയ സ്റ്റെയിനി എന്നൊക്കെ പറഞ്ഞ സബ് റൂബ്രിക്സ് ഒക്കെ ഒരുപാടുണ്ട്. ഇനി റെസ്പിറേഷനിലെ ആസ്ഫിക്സിയ നിയോനാറ്റോറം, ആസ്മ ബ്രോങ്കിയൽ, ആസ്മ മില്ലേരി. ആസ്മ മില്ലേരി നമുക്ക് ലാരിങ്സ് ആൻഡ് ട്രക്കിയലും കിട്ടും, റെസ്പിറേഷനിലും കിട്ടും കേട്ടോ. പിന്നെ ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ BBCRൽ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ ഓൺലി വൺ മെഡിസിൻ ആൻഡ് ഇൻ താട്ട്. ക്രെപ്പിറ്റേഷൻ, കോൾഡ് ബ്രത്ത്, ഹോട്ട് ബ്രത്ത്. നമ്മൾ ഇന്നലെ പഠിച്ചു കോൾഡ് ബ്രത്തും ഹോട്ട് ബ്രത്തും TPBയിൽ മൗത്തിലും, കെൻഡിൽ ഹോട്ട് ബ്രത്ത് റെസ്പിറേഷനിലും കോൾഡ് ബ്രത്ത് മൗത്തിലും. ഇവിടെ രണ്ടും റെസ്പിറേഷനിലാണ് ഇൻ BBCR. പാൻഡിങ്, സ്നോറിങ്, സൈങ്, സോബിങ് ഒക്കെ ഉള്ളത് റെസ്പിറേഷനിലാണ്. പിന്നെ കഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ആസ്മാറ്റിക് വീസി, ബാർക്കിംഗ്, ക്രോണിക്, ടോൺലെസ്, ബൊവൈൻ കഫ്, ടോൺലെസ്, വൂപ്പിംഗ് കഫ്. പിന്നെ എക്സ്പെക്ടറേഷൻ എന്നുള്ള സബ് ചാപ്റ്റർ ഉണ്ട്. എക്സ്പെക്ടറേഷൻ ടേസ്റ്റ് ഓഫ്, എക്സ്പെക്ടറേഷൻ ഓർഡർ ഓഫ്. രണ്ട് കാറ്റഗറിയിലാണ് കൊടുത്തത്. ഒന്ന് ടേസ്റ്റും അതിന്റെ ഓർഡറും. എക്സ്പെക്ടറേഷന്റെ നേച്ചറാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ലാരിങ്സ് ആൻഡ് ട്രക്കിയ അതിലാണ് ക്രൂപ്പ്, ആൾസോ മെംബ്രേനിയസ്. ഡിഫ്തീരിയ നമ്മൾ വേറൊരു സ്ഥലത്തും കൂടെ പഠിച്ചിരുന്നു. എവിടെയാണ് ഡിഫ്തീരിയ ഉള്ളത്? മൗത്തില്, ത്രോട്ട് ആൻഡ് ഗളറ്റിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, ഡിഫ്തീരിയ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡിഫ്തീരിയ മൗത്തിൽ, ത്രോട്ട് ആൻഡ് ഗളറ്റിലുണ്ട്. ഇവിടെയും ഡിഫ്തീരിയ ഉണ്ട്. ഇൻഫ്ലമേഷൻ അക്യൂട്ട്, ക്രോണിക് ലാരിങ്സിന്റെ ആണ്. തൈസിസ്, പോളിപ്പി, റാറ്റ്ലിംഗ്, സ്പാസം ഓഫ് ക്രാമ്പ്, ആസ്മ മില്ലേരി. ആസ്മ മില്ലേരി റെസ്പിറേഷനിലും ഉണ്ട്, ലാരിങ്സ് ആൻഡ് ട്രക്കിയയിലും ഉണ്ട്. പിന്നെ വോയിസ് ആൻഡ് സ്പീച്ച് എന്നുള്ള ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ഹോസ്നെസ് ഉണ്ട്. മോണോട്ടോണസ് എന്നുള്ളത് വോയിസ് ആൻഡ് സ്പീച്ചിലുണ്ട്. നെയ്സൽ ടോൺ നെയ്സൽ ഉണ്ട്. എഡീമ ഓഫ് വോക്കൽ കോഡ്, പാരാലിസിസ് ഓഫ് വോക്കൽ കോഡ്, സ്റ്റാമറിങ് വോയിസ് ആൻഡ് സ്പീച്ചിലുണ്ട്. സ്പീച്ച്ലെസ്, ടോൺലെസ്, വിത്തൗട്ട് റെസണൻസ്, അൺഇന്റലിജിബിൾ, ലിസ്പിംഗ്, വിസ്ലിംഗ് അതൊക്കെ ഉള്ളത് വോയിസ് ആൻഡ് സ്പീച്ചിലാണ് കേട്ടോ. ഇനി നെക്ക് ആൻഡ് എക്സ്റ്റേണൽ ത്രോട്ട് ഉണ്ട്. അതിൽ ഇമാസിയേഷൻ, ഗ്ലാൻഡ്, സെർവൈക്കൽ, സബ്മാക്സിലറി, ഗോയിറ്റർ ഉള്ളത്, തൈറോയിഡ് ഗ്ലാൻഡ് ഒക്കെ ഉള്ളത് നെക്ക് ആൻഡ് എക്സ്റ്റേണൽ ത്രോട്ടിലാണ്. ന്യൂറാൾജിയ, ബ്രേക്കിയാലിയ ആൻഡ് സെർവൈക്കോ ബ്രാക്കിയാലിസ് എന്നുള്ള റൂബ്രിക് ഉള്ളത് നെക്ക് ആൻഡ് എക്സ്റ്റേണൽ ത്രോട്ടിലാണ് കേട്ടോ. ന്യൂറാൾജിയ, ബ്രേക്കിയൽ ന്യൂറാൾജിയക്കുള്ള റൂബ്രിക് ആണ് ന്യൂറാൾജിയ, ബ്രേക്കിയാലിയ ആൻഡ് സെർവൈക്കോ ബ്രേക്കിയാലിസ്. പിന്നെ തൈറോയിഡ് ഗ്ലാൻഡ്, ഗോയിറ്റർ, ബേസ്ഡ് ഓൺ ഗോയിറ്റർ ഉണ്ട്. വെർട്ടിബ്ര സെർവൈക്കൽ എന്ന് കൊടുത്തിട്ടുള്ളത് നെക്ക് ആൻഡ് എക്സ്റ്റേണൽ ത്രോട്ടിലാണ്. റൈനെക്ക്, ടോർട്ടിക്കോലിസ് ഉണ്ട്. റൈനെക്ക് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് BBCRലാണ്. ടോർട്ടിക്കോലിസ് തന്നെയാണ് കെൻഡിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. റൈനെക്ക് എന്നുള്ളത് BBCRന്റെ ടെർമിനോളജിയാണ്. പിന്നെ നെയ്പ്പ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. മിലിയേരിയ, നോഡ്സ്, ബംപ്സ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് നെക്ക് ആൻഡ് എക്സ്റ്റേണൽ ത്രോട്ടിന്റെ സബ് ചാപ്റ്റർ ആണ് നെയ്പ്പ്. ഇതിൽ മെയിനായിട്ട് തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പഠിക്കാം, ബ്രേക്കിയൽ ന്യൂറാൾജി ഉണ്ടെന്ന് പറയാം, സബ്മാക്സിലറി ഗ്ലാൻഡ് ഉണ്ട്, റൈനെക്, ടോർട്ടിക്കലിസ്, വെർട്ടിബ്ര, സെർവൈക്കൽ. ഈ ചെസ്റ്റ് ഇന്നർ ഉണ്ട്, ചെസ്റ്റ് എക്സ്റ്റേണൽ ചെസ്റ്റ് ഉണ്ട്, ആക്സില ഉണ്ട്, മാമയുണ്ട്, നിപ്പിൾസ് ഉണ്ട്, ഹാർട്ട് ആൻഡ് റീജിയൻ ഓഫ് ഉണ്ട് കേട്ടോ. അപ്പൊ ചെസ്റ്റ് ഇന്നറിൽ ബ്രോങ്കൈറ്റിസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഗാംഗ്രീൻ ഓഫ് ലങ്, ഹൈഡ്രോ തൊറാക്സ് ഉണ്ട്, എഡീമ ഓഫ് ലങ്സ്, പാരാലിസ് ഓഫ് ലങ്സ്, പ്ലൂറിസി, ഫ്ലൂറോഡൈനിയ, ന്യൂമോണിയ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റിക്കിംഗ് സ്റ്റിച്ചസ്, ഇന്റർകോസ്റ്റൽ മസിൽസ്, ട്യൂബർക്ലോസിസ് പൾമനറി. നമ്മൾ അബ്ഡമനിൽ ഒരു ട്യൂബർക്ലോസിസ് പഠിച്ചിട്ടുണ്ട്, ചെസ്റ്റിൽ ഒരു ട്യൂബർക്ലോസിസ് പൾമനറി എന്ന് കൊടുത്തിട്ടുണ്ട്. ട്യൂബർക്ലോസിസ് അക്യൂട്ട് ഉണ്ട്. അക്യൂട്ട് ട്യൂബർക്ലോസിസ് നമ്മൾ ഗലോപ്പിംഗ് കൺസംഷൻ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗലോപ്പിംഗ് കൺസംഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അക്യൂട്ട് ട്യൂബർക്ലോസിസ്. അപ്പോൾ ഒരു ട്യൂബർക്ലോസിസ് ചെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് അബ്ഡമനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്സ്റ്റേണൽ ചെസ്റ്റിൽ ക്ലാവിക്കിൾ വരുന്ന എക്സ്റ്റേണൽ ചെസ്റ്റിലാണ്. പ്ലൂറോഡൈനിയ, റിബ് എലവേഷൻ ഓഫ് ന്യൂറാൾജിയ, ഇന്റർകോസ്റ്റൽ ന്യൂറാൾജിയ വരുന്നത് എക്സ്റ്റേണൽ ചെസ്റ്റിലാണ്. പിന്നെ ആക്സില്ല ഉണ്ട്. ആക്സില്ല ചെസ്റ്റിലാണ്. ഇവിടെ നമ്മൾ ഇന്നലെ TPBയിൽ ആക്സില്ല എവിടെയാണ് പഠിച്ചത്? അപ്പർ എക്സ്ട്രിമിറ്റീസിലാണ് നമ്മൾ ആക്സില്ല പഠിച്ചത്. ഇവിടെ ഉള്ളത് ചെസ്റ്റിലാണ്. മാമെ മിൽക്ക് അഫക്റ്റഡ്, മെൻസസ് ഇൻസ്റ്റഡ്, നഴ്സിംഗ് ഡിഫിക്കൽട്ട്, നിപ്പിൾസ് എസ്കോറിയേറ്റഡ്. പിന്നെ ഹാർട്ട് ആൻഡ് റീജിയൻ ഓഫ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. അതിൽ അഞ്ജന പെക്ടോറിസ്, അന്യൂറിസം, ഗോയിറ്റർ ഹാർട്ട്, സൗണ്ട്സ് അബ്നോർമൽ. അത് മർമേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്, സൗണ്ട്സ് അബ്നോർമൽ. ഗോയിറ്റർ ഹാർട്ട് ഉള്ളത്
ഹാർട്ട് ആൻഡ് റീജിയൻ ഓഫ് ആണ്. ബേസ്ഡ് തൈറോയിഡ് ഗ്ലാൻഡിന്റെ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അത് എക്സ്റ്റേണൽ ത്രോട്ട് ആൻഡ് നെക്കിലുള്ള കേട്ടോ, നെക്ക് ആൻഡ് എക്സ്റ്റേണൽ ത്രോട്ട്. അഞ്ജൈന പെക്ടോറിസ്, അന്യൂറിസം, ഗോയിറ്റർ ഹാർട്ട്, ഹാർട്ട് ആൻഡ് റീജിയൻ. ഇനി ബാക്കിനുള്ള ഡിവിഷനാണ് സ്കാപ്പുലാർ റീജിയൻ, ബാക്ക് പ്രോപ്പർ ഡോസർ റീജിയൻ, ലംബാർ റീജിയൻ ആൻഡ് സ്മോൾ ഓഫ് ബാക്ക്, സാക്രം ആൻഡ് കോക്കിസ്, സ്പൈനൽ കോളം ആൻഡ് വെർട്ടിബ്ര. അതിൽ സ്കാപ്പുലർ റീജിയനിലെ ഫീച്ചേഴ്സ് ഉണ്ട്. ബ്ലാക്ക് പ്രോപ്പർ ആൻഡ് ഡോസർ റീജിയനിൽ ഒഫിസ്തോട്ടോണസ്, കർവേച്ചർ ഓഫ് സ്പൈന്, കൈഫോസിസ്, മൈലൈറ്റിസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് പ്രോപ്പർ ഡോസർ റീജിയൻ ബാക്കിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ലംബാർ റീജിയനിലാണ് ലംബാഗോ എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ സാക്രം ആൻഡ് കോക്കിക്സ് ഉണ്ട്. സ്പൈനൽ കോളം ആൻഡ് വെർട്ടിബ്ര എന്നുള്ളതിൽ ഒപ്പിസ്റ്റോട്ടോണസ് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്പൈന ബൈഫിഡ കൊടുത്തിട്ടുണ്ട്. സ്പൈനൽ കോഡ് ഇൻഫ്ലെയിംഡ്, ടേബിസ് ഡോസാലിസ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ, ടേബിസ് ഡോസാലിസ്. സ്പൈനൽ കോഡ് ഇൻഫ്ലെയിംഡ് ടേബിസ് ഡോസാലിസ്. അപ്പോൾ സ്പൈനൽ കോളത്തിൽ ഒപ്പിസ്റ്റോട്ടോണസ്, സ്പൈന ബൈഫിഡ ആൻഡ് സ്പൈനൽ കോഡ് ഇൻഫ്ലെയിംഡ് ടേബിസ്. പിന്നെ ഡോസർ റീജിയനിലാണ് കർവേച്ചർ ഓഫ് സ്പൈനും കൈഫോസിസും മൈലൈറ്റിസും ഒക്കെ ഉള്ളത് കേട്ടോ. ഇനി അപ്പർ എക്സ്ട്രിമിറ്റീസ്, ലോവർ എക്സ്ട്രിമിറ്റീസ്. അതിൽ അപ്പർ എക്സ്ട്രിമിറ്റീസിൽ ഗാംഗ്ലിയ, നോഡ്സ്, ആർത്രൈറ്റിസ്, ബൈറ്റ് ഇസ് ഫിംഗേഴ്സ്, കലോസിറ്റീസ്, ചാപ്സ്, ക്രാക്കിംഗ്, പനാരിസ്, ടാക്ടൈൽ സെൻസ് ലോസ്. ടാക്ടൈൽ സെൻസ് ലോസ് എന്നുള്ള റൂബ്രിക് കൊടുത്തിട്ടുള്ളത് അപ്പർ എക്സ്ട്രിമിറ്റീസിലാണ്. ടാക്ടൈൽ സെൻസ് ലോസ്റ്റ്. ഈ ലോവർ എക്സ്ട്രിമിറ്റീസ് ആണെങ്കിൽ ലോയിൻ, ഹിപ്പ് റീജിയൻ, ടെൻഡോ അച്ചിലിസ്, ഓക്വേർഡ്. നമ്മൾ ഓക്വേർഡ്നെസ് പഠിച്ചത് മൈൻഡിലാണ്. ഓക്വേർഡ് എന്നുള്ള റൂബ്രിക്ക് ലോവർ എക്സ്ട്രിമിറ്റീസിലുണ്ട്. കെൻഡിലും ഓക്വേർഡ് കൊടുത്തിട്ടുള്ളത് എക്സ്ട്രിമിറ്റീസിലാണ് കേട്ടോ. ഡിസ്ലൊക്കേഷൻസ് ഈസി, ഫെസ്റ്റിനേഷൻ, ഫീറ്റ് കാൺ പ്ലേസ് ദം ഓൺ ഗ്രൗണ്ട്, ഗേറ്റ് പറഞ്ഞിട്ട് ലോവർ എക്സ്ട്രിമിറ്റീസിലാണ്. കോക്സ് ഗേറ്റ്, നോക്നി, സ്പാസ്റ്റിക്. അതായത് കോക്സ് ഉണ്ട്, നോക്സ്നി ഉണ്ട്, സ്പാസ്റ്റിക് ഉണ്ട്. അങ്ങനെ 3-4 ഗേറ്റിനെ പറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ലോവർ എക്സ്ട്രിമിറ്റീസിൽ. നോക്ക് ടുഗദർ. പിന്നെ ഫ്ലെഗ്മേഷ്യ ഡോളൻസ്. നമ്മൾ ഒന്ന് ഇവിടെ പഠിച്ചു, ഫീമെയിൽ ഓർഗൻസിൽ പഠിച്ചു അല്ലേ. ഫ്ലെഗ്മേഷ്യ ഡോളൻസ്, ചൈൽഡ് ബെഡ്, ഫ്ലെഗ്മേഷ്യ ഡോളൻസ്. ഇവിടെ ലോവർ എക്സ്ട്രിമിറ്റീസിൽ ഒരു ഫ്ലെഗ്മേഷ്യ ഡോളൻസ് ഉണ്ട്. പൊഡാഗ്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഗൗട്ട്, പൊഡാഗ്ര. പിന്നെ പാരാപ്ലീജിയ എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. സയാറ്റിക്ക, ഇഷിയ ആൻറ്റിക്ക. ഇഷിയാസ് ആൻറ്റിക്ക എന്ന് പറഞ്ഞ സയാറ്റിക്കുള്ള റൂബ്രിക്കാണ് ഇഷിയ ആൻറ്റിക്ക. സയാറ്റിക്, ഇഷിയാസ് ആൻറ്റിക്ക. പിന്നെ വാക്കിംഗ് ഫാൾസ് ഈസിലി, വാക്കിംഗ് ലേണിംഗ് സ്ലോയിൻ. നമ്മൾ ലേറ്റ് ലേണിങ്ങിന് എടുക്കുന്ന ഒരു റൂബ്രിക്കാണ് വാക്കിംഗ് ലേണിംഗ് സ്ലോയിൻ. മൈൻഡിൽ ഒരു റൂബ്രിക് ഉണ്ട് വാക്ക് എന്ന് പറഞ്ഞിട്ട്. ലോവർ എക്സ്ട്രിമിറ്റീസിലെ റൂബ്രിക്ക് വാക്കിംഗ് ലേണിംഗ് സ്ലോയിൻ. കൺഫോൺസ് ഫ്യൂച്ചർ വിത്ത് ഫാസ്റ്റ്. ഇത് എവിടെ കിട്ടുന്ന റൂബ്രിക്കാ? മൈൻഡ് ഫ്യൂച്ചറിലാണ്. ഫ്യൂച്ചർ എന്നാണ് റൂബ്രിക്ക്. കൺഫോൺ ഫ്യൂച്ചർ വിത്ത് പാസ്റ്റ് കേട്ടോ. മൈൻഡ് ഫ്യൂച്ചർ എന്നാണ് റൂബ്രിക്ക്. കൺഫോൺ ഫ്യൂച്ചർ വിത്ത് പാസ്റ്റ്. ചൈൽഡ് അവേഴ്സ് ടു ബ്രസ്റ്റ് മിൽക്ക് എവിടെ കിട്ടും? ചൈൽഡ് അവേഴ്സ് ടു ബ്രസ്റ്റ് മിൽക്ക്. appetite. യെസ്, അപ്പറ്റൈറ്റില് അവേർഷൻ, മിൽക്ക് ഓഫ് ബ്രസ്റ്റ് കേട്ടോ. അപ്പറ്റൈറ്റിലാണ് അവേർഷൻ എന്നുള്ളതാണ് റൂബ്രിക് കേട്ടോ. ഈ ക്രെപ്പിറ്റേഷൻ എവിടെ കിട്ടും? റെസ്പിറേഷനിലെ ക്രെപ്പിറ്റേഷൻ. ക്ലോവാസ്മ എവിടെ കിട്ടാം? ക്ലോവാസ്മ ജെനിറ്റാലിയ ഫീമെയില്, പ്രഗ്നൻസി, ഫേസ്, ക്ലോവാസ്മ. അതിൽ പ്രഗ്നൻസി എന്നുള്ള അതായത് ജെനിറ്റാലിയയിലല്ല, ഫീമെയിൽ ഓർഗൻസ് കേട്ടോ. ജെനിറ്റാലിയ, ഫീമെയിൽ ഓർഗൻസ്, പ്രഗ്നൻസി, ഫേസ്, ക്ലോവാസ്മ. കോൺസ് എവിടെ കിട്ടാം? കോൺസ് സ്കിന്നിലാണ് കോൺസ് കേട്ടോ. നമ്മൾ കെൻഡിലാണ് എക്സ്ട്രിമിറ്റീസിൽ കോൺസ്. നമുക്ക് ഇവിടെ കിട്ടുന്നത് സ്കിന്നിലാണ് കോൺസ് കിട്ടുന്നത്. ക്യാരീസ് ഓഫ് ടീത്ത് ഹോളോ ഡിക്കേയിങ് എന്നാണ് റൂബ്രിക്ക്. ടീത്ത് ആണ് ഹോളോ ഡിക്കേയിങ്. സിലിണ്ട്രിക്കൽ കാസ്റ്റ് ഇൻ യൂറിൻ. കാസ്റ്റുകളൊക്കെ എവിടെ കിട്ടാം? കാസ്റ്റ് Urine sediment. യൂറിൻ സെഡിമെന്റ് സിലിണ്ട്രിക്കൽ. യൂറിൻ സെഡിമെന്റ് സിലിണ്ട്രിക്കൽ. ചെയിൻ സ്റ്റോക്ക് Respiration. ചെയിൻ സ്റ്റോക്സ്. ഡസ് നോട്ട് ലൈക്ക് പുഡിംഗ് ഇഷ്ടമല്ല.
appetite. അപ്പറ്റൈറ്റിൽ അവേഷൻ, ഫാരിനേഷ്യസ് എന്നുള്ളതിലാണ് പുഡിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫാരിനേഷ്യസിലാണ് പുഡിങ് കൊടുത്തിട്ടുള്ളത്. ഡിസ്ക്രേഷ്യ, ഡിസ്ക്രേഷ്യ എവിടെ കിട്ടും? ഡിസ്ക്രേഷ്യ ഡിസ്ക്രേഷ്യ എസാൻസിൽ ഡിസ്ക്രേഷ്യ ലേറ്റന്റ് ഡിസീസസ്, ഡിസ്ക്രേഷ്യ ലേറ്റന്റ് ഡിസീസസ്. ഡയേറിയ ഓൾട്ടർനേറ്റ് വിത്ത് സ്റ്റൂൾ, ഡയേറിയ ഓൾട്ടർനേറ്റ് വിത്ത് സ്റ്റൂൾ. സ്റ്റൂളിലാണ് ഡയേറിയ ഉള്ളത് കേട്ടോ. ഡയേറിയ ഓൾട്ടർനേറ്റ് വിത്ത് സ്റ്റൂള്, അത് സ്റ്റൂളിലാണ് ഡയേറിയ ഉള്ളത് കേട്ടോ. സ്റ്റൂളിലാണ് ഡയേറിയ ഉള്ളത്. ഡയേറിയ ഓൾട്ടർനേറ്റ് വിത്ത് സ്റ്റൂൾ. അപ്പോൾ ചെയിൻ സ്റ്റോക്ക് റെസ്പിറേഷൻ, റെസ്പിറേഷൻ ആണ്. ഡിസ്ക്രേഷ്യ എന്നുള്ളത് എസാൻസിലെ റൂബ്രിക് ആണ്. കോൺസ് എന്നുള്ളത് സ്കിന്നിലാണ്, അതൊരിക്കലും എക്സ്ട്രിമിറ്റീസിൽ കൊണ്ട് എഴുതരുത്. പിന്നെ ക്ലോയാസ്മ ഉള്ളത് പ്രഗ്നൻസി എന്നുള്ള റൂബ്രിക്കിൽ ജെനിറ്റാലിയ, ഫീമെയിൽ ഓർഗൻസ്. ചൈൽഡ് അവേഴ്സ് ടു ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് അപ്പറ്റൈറ്റിലാണ് കിട്ടുക. കോൺഫോൺ ഫ്യൂച്ചർ വിത്ത് പാസ്റ്റില് മൈൻഡ് ഫ്യൂച്ചർ എന്നാണ് റൂബ്രിക് കേട്ടോ.